അപ്പോൾ മക്കളെ, നമ്മളിനി ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളോട് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ തീർന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് മെയിൻ ഹെഡിങ് എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് മെയിനായിട്ട് ഹെഡിങ് എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൽ പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ഹെഡിങ് എഴുതുക. അതിൻ്റെ താഴെ അടുത്തൊരു ഹെഡിങ് റോമൻ നമ്പർ 1 കൊടുക്കണം. റോമൻ നമ്പർ 1 കൊടുത്തിട്ട് എഴുതിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ എന്ന് കൊടുക്കുക. എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ? ANA, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളുടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ വളരെ കുറച്ച് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. 1, 2, 3, 4, 5, 6 റിയാക്ഷനാണ് ആൽക്കെയിൻ എന്നതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആ 6 പേര് ഞാൻ ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് നമുക്കതിൽ ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ നിങ്ങളോട് വളരെ കുറച്ച് പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് 6 എഴുതിയപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് എന്നതിനെയാണോ 6 അവതരിപ്പിച്ചേ, അപ്പോൾ ഇനി കൂടുതലുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് വളരെ സിമ്പിൾ റിയാക്ഷൻസ് ആണ്. വളരെ സിമ്പിൾ റിയാക്ഷൻസ് ആണ്, നമുക്ക് നോക്കിയിട്ട് പഠിക്കാൻ പറ്റിയ സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആളെ എഴുതിക്കോളൂ. എന്താ അറിയോ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിക്കോളൂ. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചോ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. രണ്ടാമത് പഠിക്കാനുള്ളത് കമ്പഷൻ എന്താന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മൂന്നാമത്തത് എഴുതി വെച്ചോ ആദ്യം, കൺട്രോൾഡ് ഓക്സിഡേഷൻ. 4 ഐസോമെറൈസേഷൻ. 5 aromatization and the 6th one is called pyrolysis. കിട്ടിയോ? 6 നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ തൊട്ട് പൈറോളിസിസ് വരെയുള്ള 6 നമുക്ക് പഠിക്കാനുള്ളത്. ഇതിവിടെ നിന്നോട്ടെ, ഓരോന്ന് നമുക്ക് പഠിച്ചിട്ട് പോകാം. അതിലൊന്നാമത്തെ ആള് സബഡിങ് ആയിട്ട് എഴുതിക്കോളൂ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. സ്പീഡിൽ എഴുതണേ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. മക്കളെ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതിനൊരു വളരെ പ്രസിദ്ധമായ എക്സാമ്പിളാണ് ഹാലോജിനേഷൻ. എന്താണ് ഹാലോജിനേഷൻ? എക്സാമ്പിൾ ഹാലോജിനേഷൻ. ഹാലോജിനേഷൻ എന്ന വാക്കിലുണ്ട് കാര്യം. നമ്മളിനി ആൽക്കെയിനിലേക്ക്, ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹാലോജനെ ആഡ് ചെയ്യാൻ പോവാണ്. ഹാലോജനെ ആഡ് ചെയ്യുന്ന ആ റിയാക്ഷൻ ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഹാലോജിനേഷൻ എന്ന് പറഞ്ഞത്. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. ഹാലോജിനേഷൻ എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ശ്രദ്ധിച്ച് കണ്ടോളൂ. CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ ആണല്ലോ. ആ മീഥൈനിലേക്ക് ഞാനൊരു ക്ലോറിൻ ആഡ് ചെയ്യുന്നു. ക്ലോറിൻ എന്നതൊരു ഹാലോജൻ ആണ്. അപ്പോൾ ഹാലോജൻ്റെ ഒരു എക്സാമ്പിളാണ് ക്ലോറിൻ. ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ UV എന്ന് കണ്ടു. ആരോ മാർക്കിന് മുകളിൽ എന്താ കണ്ടത്? UV എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് എന്നാണ്. ഇവിടെ അൾട്രാ വയലറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൺലൈറ്റിനെയാണ്. പ്യുവർലി സൺലൈറ്റ് എന്നേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആരോ മാർക്കിന് മുകളിൽ സൺലൈറ്റ് എന്ന് കാണാം, ചിലപ്പോൾ അൾട്രാ വയലറ്റ് എന്ന് UV ആയിട്ട് കാണാം, ചിലപ്പോൾ ഫോട്ടോൺ എന്ന് കാണാം, ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണാം. ഇതെന്ത് വന്നാലും റിയാക്ഷൻ സെയിം ആണ്. നോട്ട്ബുക്കിൻ്റെ സൈഡിൽ മാറ്റി വെച്ചു. ഇത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാലും അതിനർത്ഥം സൺലൈറ്റ് ഉണ്ട് എന്നാണ്. UV എന്ന് പറഞ്ഞാലും സൺലൈറ്റ് ഉണ്ട് എന്നാണ്. ഫോട്ടോൺ എന്ന് പറഞ്ഞാലും സൺലൈറ്റ് ഉണ്ട് എന്നാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നത് പകലിലാണ്, അത്രയേ ഉള്ളൂ. രാത്രി ഈ റിയാക്ഷൻ നടക്കില്ല. എന്ത് സംഭവിക്കും? CH4ലുള്ള ഒരു ഹൈഡ്രജനെ ഇതിലുള്ള ഒരു ക്ലോറിൻ കൊണ്ടുപോകും. ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും എന്തായിട്ട് പോകുന്ന പറഞ്ഞേ? HCl ആയിട്ട് പോകും അല്ലേ? ഒരു ഹൈഡ്രജനും ക്ലോറിനും കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ HCl ആണല്ലോ ഉള്ളത്. CH4ലെ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ CH3 ഉണ്ട്, ശരിയല്ലേ? അതിലേക്ക് ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ പോയി ബാക്കി ഒരു ക്ലോറിൻ ഉണ്ട്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് CH3Cl ആവും. അപ്പോൾ എന്തായി? മീഥൈൻ എന്ന് പറയുന്ന ആൾ CH3Cl ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് മാറി. സംഭവത്രയുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടന്നു.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാൻ NCERT നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കെമിക്കൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ റിയാക്ഷന് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പേര് വിളിക്കുന്നത് എന്ന് നമുക്കറിയാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് NCERT നിങ്ങളോട് മെക്കാനിസം പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. മെക്കാനിസം. അപ്പോൾ ഇതിൻ്റെ താഴെ സബ്ഹെഡിങ് ആയിട്ട് മെക്കാനിസം. നിങ്ങളോട് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പബ്ലിക് എക്സാമിന് മെക്കാനിസം കൂടി എഴുതി വെച്ചാൽ ഹാപ്പിയായി. എൻട്രൻസിനാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിസം മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണം. മെക്കാനിസത്തിൽ ഈ ഒരൊറ്റ റിയാക്ഷൻ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല, ഇതൊരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനാണ്. ഇതിൽ 3 സ്റ്റെപ്പുകളുണ്ട്. ഈ 3 സ്റ്റെപ്പിലൂടെ നടക്കുന്ന റിയാക്ഷനെയാണ് ഞാൻ ഒറ്റയടിക്ക് കാണിച്ചു തന്നിട്ട്. അപ്പോൾ 3 സ്റ്റെപ്സ് എന്ന് എഴുതിയിട്ട് 1 ചെയിൻ ഇനീഷിയേഷൻ. എന്താണ് ചെയിൻ ഇനീഷിയേഷൻ? എഴുതിക്കോട്ടാ, ചെയിൻ ഇനീഷിയേഷൻ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് ചെയിൻ ഇനീഷിയേഷനാണ്. എന്താണ് ചെയിൻ ഇനീഷിയേഷൻ? അതായത് ഈ റിയാക്ഷൻ തുടങ്ങുകയാണ്, സ്റ്റെപ്പ് തുടങ്ങുകയാണ്. അതിലെന്താ നടക്കുന്നതെന്ന് എഴുതി വെച്ചോളൂ. ദേ ഇങ്ങനെ എഴുതി വെച്ചോളൂ. ഹോമോളിസിസ് ഓഫ് Cl2. ക്ലോറിൻ ഉണ്ടല്ലോ, ക്ലോറിൻ്റെ ഹോമോളിസിസ് ആണ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. പകൽ വെളിച്ചത്തിൽ ക്ലോറിൻ ഒരു സ്വഭാവമുണ്ട്, അയാൾ ഹോമോളിസിസിന് വിധേയമാക്കും. ആ ക്ലോറിൻ്റെ ഹോമോളിസിസ് ആണ് ഇവിടെ എന്ത് സംഭവിച്ചത്? ചെയിൻ ഇനീഷിയേഷൻ ആയത്. അതായത് ഈ റിയാക്ഷൻ തുടങ്ങാനുള്ള ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ക്ലോറിൻ 2 ക്ലോറിനുമായിട്ട് ഒരു കുഴപ്പമില്ലാതെ മനസ്സമാധാനത്തോടെ നിന്നിരുന്ന ക്ലോറിൻ പകൽ വെളിച്ചത്തിലെത്തിയപ്പോൾ ഹോമോളിസിസ് സംഭവിച്ചു. എന്താണ് നോക്കിയിരുന്നോ? Cl2 എന്നതിനെ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്, Cl ഇതാണല്ലോ Cl2. അതിനിടക്കുള്ള ഈ സിംഗിൾ ബോണ്ടിന് ഹോമോളിസിസ് സംഭവിച്ചു. വാട്ട് ഈസ് ഹോമോളിസിസ് എന്ന് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബോണ്ട് ബ്രേക്കേജ് 2 രൂപത്തിലാണ്, ഒന്ന് ഹോമോളിസിസ്, മറ്റൊന്ന് ഹെറ്ററോളിസിസ്. ഹോമോളിസിസ് നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് 2 ഫ്രീ റാഡിക്കലുകളാണ് എന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് കൊടുത്ത അതേ ഇലക്ട്രോണിനെ തിരിച്ചു വാങ്ങി ആർക്കും ലാഭവും നഷ്ടമൊന്നും ഇല്ലാത്ത മാന്യമായ ഒരു പിരിയലാണ് ഹോമോളിസിസ്. അപ്പോൾ 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ ക്ലോറിൻ ഫ്രീ റാഡിക്കലാണ് ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് നയിക്കുന്നത്. ആ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കും ചെയിൻ പ്രൊപ്പഗേഷൻ. എന്താണ് ചെയിൻ പ്രൊപ്പഗേഷൻ? പഠിച്ചോ? ചെയിൻ പ്രൊപ്പഗേഷൻ. എന്താണ് ചെയിൻ പ്രൊപ്പഗേഷനിൽ നടക്കുന്നത്? എഴുതി വെച്ചോ. അറ്റാക്ക് ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഓൺ മീഥെയ്ൻ മോളിക്യൂൾ. എന്താണ്? അറ്റാക്ക് ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഓൺ മീഥെയ്ൻ മോളിക്യൂൾ. ഒന്നുകൂടെ പറ. അറ്റാക്ക് ഓഫ്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നോട്ട് എഴുതണേ. അറ്റാക്ക് ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഓൺ മീഥെയ്ൻ മോളിക്യൂൾ. മക്കളെ, മീഥെയ്ൻ എന്നതിന് CH4 എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ? അതിന് ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിച്ചോ. CH3H. CH3H എന്ന്, CH4 തന്നെ. പിന്നെ എന്തിനാ ഞാനിങ്ങനെ എഴുതിയേ? അത് റിയാക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ CH4ലേക്ക് ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ വരും. ഓർത്ത് വെച്ചോ, ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കലേ ഇപ്പോൾ ഈ റിയാക്ഷനിൽ വന്നിട്ടുള്ളൂ. അടുത്തൊരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അവിടെ ബാക്കിയുണ്ട്. അത് ബാക്കിയുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ വേണോട്ടോ. ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ രൂപത്തിലുള്ള അലമ്പുണ്ടാക്കും. എന്താണോ ക്ലോറിനിൽ സംഭവിച്ചത് അതേ സംഭവം ഇവിടെ നടത്താനുള്ള ഒരു പ്രേരണ കൊടുക്കും. എന്താ ക്ലോറിനിൽ സംഭവിച്ചത്? ഹോമോളിസിസ് ആണല്ലോ. അതായത് അതേ ഹോമോളിസിസ് ഇവിടെയും നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ CH3 ഫ്രീ റാഡിക്കലും ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ഉണ്ടാകും. ശ്രദ്ധിച്ച് കണ്ടോട്ടാ. CH3 ഫ്രീ റാഡിക്കൽ ഉണ്ടായി, CH3 ഫ്രീ റാഡിക്കൽ. പിന്നെ ആരുണ്ടായി? ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ. യഥാർത്ഥത്തിൽ ക്ലോറിൻ ഇവരോട് ഫ്രീ റാഡിക്കലായി നിന്നോ എന്ന് ആവശ്യപ്പെട്ടതൊന്നുമല്ല. പിന്നെന്താ? ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലായി മാറിയിട്ട് വേണം അയാളെയും കൊണ്ട് ക്ലോറിൻ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഹൈഡ്രജനെയും കൊണ്ട് ഈ ക്ലോറിൻ എന്തായി മാറും? ഈ ഹൈഡ്രജനും ക്ലോറിനും ഒരു HCl ആയിട്ട് മാറും. നേരത്തെ നടന്ന അതേ റിയാക്ഷൻ ഈ ക്ലോറിൻ്റെ എഫക്റ്റ് കൊണ്ട് വീണ്ടും നടക്കുന്നു അല്ലേ? ഇതങ്ങനെ ഒരുപാട് CH4 മോളിക്യൂൾസ് ഉണ്ട്, എല്ലായിടത്തും ഇതേ പരിപാടി നടത്തുന്നു. ദാറ്റ് ഈസ് വൈ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ചെയിൻ പ്രൊപ്പഗേഷൻ. അപ്പോൾ ചെയിൻ പ്രൊപ്പഗേഷനിൽ നടന്നത് അറ്റാക്ക് ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഓൺ മീഥെയ്ൻ മോളിക്യൂൾ. എന്നിട്ട് എന്ത് കിട്ടും? മീഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടും. എന്താ കിട്ടിയേ? മീഥൈൽ ഫ്രീ റാഡിക്കൽ. എഴുതി വെച്ചോട്ടാ, മീഥൈൽ ഫ്രീ റാഡിക്കൽ. FR എന്ന് എഴുതിയാൽ ഫ്രീ റാഡിക്കൽ എന്ന് വായിച്ചോളണം. തേർഡ് സ്റ്റെപ്പ്, ആ മീഥൈൽ ഫ്രീ റാഡിക്കലാണ് ഇനി താരം. ലാസ്റ്റ് സ്റ്റെപ്പ് ചെയിൻ ടെർമിനേഷൻ. എന്താ വായിക്കാം മക്കളെ?
ചെയിൻ ടെർമിനേഷൻ. ഇതിങ്ങനെ തുടർന്നാൽ പറ്റൂലല്ലോ, ഇതിനൊരു അവസാനമാണല്ലോ. ആ അവസാനത്തിലേക്ക് എത്താൻ പോവാണ്. എന്താണ് ചെയിൻ ടെർമിനേഷനിൽ നടക്കുന്നത്? ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഒന്നിക്കും. ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മീഥൈൽ ഫ്രീ റാഡിക്കലാണ് ബാക്കിയുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു ക്ലോറിനും ബാക്കിയുണ്ട്, ശരിയല്ലേ? ആ ബാക്കിയുള്ളവരാണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരുമിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ചെയിൻ ടെർമിനേഷൻ എന്ന് എഴുതി വെച്ചോ? കോമ്പിനേഷൻ ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആൻഡ് മീഥൈൽ ഫ്രീ റാഡിക്കൽ. ആരൊക്കെയാണെന്നാ പറഞ്ഞേ? മീഥൈൽ ഫ്രീ റാഡിക്കലും, അതായത് CH3 ഡോട്ട്, പിന്നെ ആരും ക്ലോറിൻ ഫ്രീ റാഡിക്കലും. ഇതേതാ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ? ഫസ്റ്റ് സ്റ്റെപ്പിൽ ബാക്കിയായ ആള്. അവർ തമ്മിലുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? CH3Cl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകും. അപ്പോൾ എൻറ്റയർ ദിസ് റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു CH3H, അതായത് മീഥൈനും, ഇവിടെ ഒരു ക്ലോറിനുമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ CH4 ക്ലോറിൻ എന്ന് എഴുതിയത്. കിട്ടിയ പ്രൊഡക്റ്റിൽ അവസാനം കിട്ടുന്നത് ഒരു CH3Cl-ഉം ഒരു HCl-ഉമാണ്, ശരിയല്ലേ? ഇവിടെ മീഥൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിവിടെ റിയാക്ട് ചെയ്തു പോയി. ഇവിടൊക്കെ ക്ലോറിൻ ഉണ്ടായിട്ടുണ്ട്, അത് ഇവിടെയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തു പോയി. റിയാക്ട് ചെയ്യാതെ ബാക്കിയാവുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഈ HCl-ഉം CH3Cl-ഉം മാത്രമാണ്. അപ്പോൾ എന്തായി? ഈ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. 3 സ്റ്റെപ്പിൽ നടന്നതിനെ ഞാൻ സിംഗിൾ സ്റ്റെപ്പിലായിട്ട് കാണിച്ചതാണ്. മക്കളെ ചൂടോടെ എഴുതി വെച്ചോ, ഞാൻ ബോർഡ് മായ്ക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ റിയാക്ഷൻ നമുക്ക് പഠിക്കാം. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കഥകൾ ഇവിടെ തീരുന്നു. രണ്ടാമത്തത് ഹെഡിങ് എഴുതിക്കോളൂ, കമ്പഷൻ, അല്ലേ? രണ്ടാമത്തതിൻ്റെ പേരെന്താണ്? കമ്പഷനാണ്. കമ്പഷൻ മക്കളെ, കമ്പഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കെയിനിലും ആൽക്കീനിലും ആൽക്കൈനിലും ബെൻസീനിലും എല്ലായിടത്തും കമ്പഷൻ പറയുന്നുണ്ട്. പക്ഷേ NCERT മാത്രമേ എല്ലായിടത്തും ആവർത്തിച്ച് പറയുള്ളൂ. നമ്മളത് ഒരൊറ്റ തവണ പറഞ്ഞിട്ട് നിർത്തും. കാരണം എല്ലായിടത്തും കമ്പഷനെ കുറിച്ച് പഠിക്കാനുള്ളത് ഒരേ കാര്യമാണ്, കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. പെട്ടെന്ന് എഴുതി വെച്ചോ, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെ ഞങ്ങൾ ഓമനിച്ച് വിളിക്കും കമ്പഷൻ. പഠിച്ചോ? റിയാക്ഷൻ വിത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സംഭവമാക്കേണ്ട, കത്തലാണ്. ഒരു പേപ്പർ കത്തിച്ചാൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യലാണ്. അവിടെ എന്തെങ്കിലും പെട്രോൾ കത്തിയാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യലാണ്. എല്ലാ കത്തലുകളും ഒരുമിച്ച് കെമിസ്ട്രിയിൽ വിളിക്കുന്ന പേരാണ് കമ്പഷൻ, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. അതിന് ഞാൻ നിങ്ങൾക്കൊരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു തരാണ്, കാണാതെ പഠിച്ചു വെച്ചോ. CXHY പ്ലസ് X പ്ലസ് Y/4O2 gives XCO2 plus Y/2H2O. കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. ഇതൊക്കെ കാണാൻ പഠിക്കണമല്ലോ എന്നൊരു ഫീലായിരിക്കും ആദ്യം വരിക. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇത് കാണാതെ പഠിച്ചല്ലോ എന്നൊരു സമാധാനമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാണാൻ പഠിച്ചോ? CXHY പ്ലസ് X പ്ലസ് Y/4. ഈ by4 എന്നുള്ളത് വൈക്ക് മാത്രമുള്ളതാണ് കേട്ടോ. X പ്ലസ് Y/4. Y/4 എന്നുള്ളത് ഒറ്റ ടേമാണ്. X പ്ലസ് Y/4 എന്നല്ലാന്ന്, അതായത് എക്സിന് ബാധകമല്ല. X പ്ലസ് Y/4O2 gives XCO2 പ്ലസ് Y/2H2O. എന്താണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ എണ്ണമാണ്. എന്താണ് ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ എണ്ണമാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിലെ കാർബണിൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, കമ്പഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റും. എങ്ങനെ? എക്സാമ്പിൾ CH4 പഠിച്ചോട്ടാ. CH4ൻ്റെ കമ്പഷൻ റിയാക്ഷൻ ഞാൻ എഴുതണേ. എന്നോട് പറ, എക്സിൻ്റെ വാല്യൂ എത്ര, വൈയുടെ വാല്യൂ എത്ര എന്ന് പറ. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ എണ്ണമാണ്. ഇവിടെ കാർബണിൻ്റെ എണ്ണം 1 ആണ്, അപ്പോൾ എക്സ് 1 ആണ്. വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ എണ്ണമാണ്. ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണം 4 ആണ്. അപ്പോൾ X1 Y4. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. X പ്ലസ് Y/4O2. O2വിൻ്റെ എണ്ണമാണ് ഈ കൊടുത്തേക്കുന്നത്. X പ്ലസ് Y/4. പറ മക്കളെ, എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, വൈ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ 1 പ്ലസ് 4/4 എന്നല്ലേ അത് വരിക. 4/4 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 തന്നെയായി. അപ്പോൾ എന്തായി? 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ശരിയല്ലേ? അപ്പോൾ 2O2 ഗീവ്സ് XCO2. എക്സ് എത്ര? 1 ആണ്. അതുകൊണ്ട് CO2 പ്ലസ് Y/2H2O. വൈ എത്ര? 4 ആണ്. ഇതിൻ്റെ 2/2 എന്ന് പറഞ്ഞാൽ പറ 2H2O. കഴിഞ്ഞു. ഏതൊരു ഹൈഡ്രോ കാർബൺ കിട്ടിയാലും അത് ആൽക്കൈൻ ആവണമെന്നില്ല. ആൽക്കീൻ ആയാലും ആൽക്കൈൻ ആയാലും ബെൻസീൻ ആയാലും
അതാണ് ഇതിൻ്റെ വിശേഷം. ഏത് ഹൈഡ്രോ കാർബൺ ആയാലും ഈ കമ്പഷൻ്റെ ഇക്വേഷൻ എഴുതാൻ ഈ ഒരു ജനറൽ ഇക്വേഷൻ മനസ്സിലുണ്ടായാൽ മതി. അടുത്തൊരു എക്സാമ്പിൾ ചൂടോടെ പിടിച്ചോട്ടാ. C2H6 ആയിക്കോട്ടെ. C2H6 വേണ്ട, H6 ആകുമ്പോൾ അത് ആൽക്കീനാകും. C2H8 ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, C2H6 തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. C2H6 ഓക്കെ, ആൽക്കെയിൻ തന്നെയാണ്. C2H6 പ്ലസ് കംപ്ലീറ്റ് ആക്കണം. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. പറ, എക്സിൻ്റെ വാല്യൂ എത്ര? 2 ആണ്. വൈയുടെ വാല്യൂ എത്ര? 6 ആണ്. ശരിയല്ലേ? ആ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? x+y/4 എന്നതിനെ 2+6/4 എന്ന് നമുക്ക് എഴുതാം. 2+6/4 എന്ന് പറഞ്ഞാൽ അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം അല്ലേ? 6/4 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2 + 2 2 × 2 4+3 എന്ന് പറഞ്ഞാൽ 7. 7/2 O2 എന്ന് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ 7/2 എന്ന് എഴുതാം. ചിലർക്ക് 15/4 എന്ന് വരും, 14/4 എന്ന് വരും. 14/4 എന്ന് എഴുതാം. ചിലപ്പോൾ അതിൻ്റെ വാല്യൂ ആയിട്ട് 3.5 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് പിന്നെ ഫ്രാക്ഷണൽ വാല്യൂ ആക്കിയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പോയിന്റ് ഉള്ള വാല്യൂ ആക്കിയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഗീവ്സ് XCO2, x എത്ര? 2 ആണ്. 2CO2 പ്ലസ് y/2 H2O. y 6 ആയതുകൊണ്ട് 3H2O. കിട്ടിയല്ലോ. ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് ചെയ്യാം. ആൽക്കൈന് വേണമെന്നില്ല, ആൽക്കീനായാലും ആൽക്കൈനായാലും നിങ്ങൾക്ക് ചെയ്യാം. കമ്പഷൻ അതോടെ തീർന്നു. ഇനി പഠിക്കാനുള്ളത് കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. ഞാനൊന്ന് ബോർഡ് വൃത്തിയാക്കിയിട്ട് തരാം, അപ്പോഴേക്കും ഇതൊന്ന് പഠിച്ചു വെച്ചോ. കമ്പഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. എഴുതിക്കോ മക്കളെ. നെക്സ്റ്റ് ഹെഡിങ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. മൂന്നാമത്തെ ഹെഡിങ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് കണ്ടിരുന്നാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാം. കൺട്രോൾഡ് ഓക്സിഡേഷൻ അതായത് ഒരുപാട് ചാപ്റ്ററുകളിൽ വരാനിരിക്കുന്ന കുറച്ച് റിയാക്ഷൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിലാണ് ഈ കൺട്രോൾഡ് ഓക്സിഡേഷനെ ഹൈഡ്രോ കാർബൺസിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ ഒരുപാട് പറയുന്നുണ്ട്, ഒരു 3-4 എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ 2 മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും ഇവിടെ ചോദിക്കില്ല. നമുക്ക് പിന്നീട് മറ്റു ചാപ്റ്ററുകളിൽ അത് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനത് വിടുകയാണ്. കണ്ടോട്ടോ മക്കളെ, CH4 ആരാൾ? മീഥൈൻ ആണല്ലോ. അതിൻ്റെ കൂടെ ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പിന്നെ കൺട്രോൾഡ് ഓക്സിഡേഷനായി. കൺട്രോൾഡ് ഓക്സിഡേഷൻ. അപ്പോൾ ചിലർക്ക് തോന്നും, അല്ല സാറേ ഇതന്നെയല്ലേ നമ്മൾ കമ്പഷനും പഠിച്ചത്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓക്സിഡേഷനാണ്. കമ്പഷൻ. എല്ലാ കാർബണും കാർബൺ ഡൈ ഓക്സൈഡായി മാറിയാൽ അതാണ് കമ്പഷൻ. കംപ്ലീറ്റ് ഓക്സിഡേഷനാണ്. പക്ഷേ ഇവിടെ പാർഷ്യൽ ഓക്സിഡേഷനേ നടക്കൂ. അതുകൊണ്ടാണ് ഇതിനെ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പേര് പറയുന്നത്. ഇത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടല്ല എന്തെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. വിട്ടേക്ക്. അപ്പോൾ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന സ്പെഷ്യൽ നെയിം കൊടുക്കാനുള്ള കാരണം അതാണ്. CH4+O2 ഗീവ്സ് എന്താണെന്നറിയോ? ആരോ മാർക്കിന് മുകളിലുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിനെ ശ്രദ്ധിക്കണം. അത് നോക്കണേ. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഞാൻ തരുന്നത് കോപ്പറാണ്. 523 കെൽവിൻ ടെമ്പറേച്ചറാണ്. ആരാണ്? കോപ്പറാണ്. 523 കെൽവിൻ ടെമ്പറേച്ചറാണ്. കോപ്പർ ബാർ 523 കെൽവിൻ എന്ന് നിങ്ങൾ കണ്ടേക്കാം. അപ്പോൾ മീഥൈനും ഓക്സിജനും ആരോ മാർക്കിന് മുകളിൽ കോപ്പർ ബാർ 523 എന്ന് കണ്ടാൽ നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കണ്ടോളണേ. ആരാണെന്നറിയാം ഇതിൻ്റെ പ്രൊഡക്റ്റ്? CH3OH. ആരാണ് ആള്? ഒരു ആൽക്കഹോളാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. ആരാണ്? ആൽക്കഹോൾ. പഠിച്ചോ? ആൽക്കഹോൾ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. കോപ്പറും 523 കെൽവിനുമാണ് അല്ലേ? കോപ്പർ 523 വന്നു കഴിഞ്ഞാലാണ് ആൽക്കഹോൾ വരിക. ഈ റിയേജൻറ്റ്, അതായത് ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് മാറിയാൽ, ഉദാഹരണത്തിന് CH4ഉം ഓക്സിജനും സെയിം റിയാക്റ്റൻ്റ് തന്നെയാണ് അല്ലേ? റിയാക്റ്റൻ്റ് സൈഡിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ആരോ മാർക്കിന് മുകളിലുള്ള ആൾ മാറി. MO2O3. MO, EO സ്മോൾ ലെറ്റർ O ആണ്. അതാരാണ്? MO എന്നതൊരു സിംഗിൾ എലമെൻ്റ് ആണ്. ആരാണ്? മോളിബ്ഡിനം എന്നാണ് പേര്. എന്താണ്? മോളിബ്ഡിനം. മോളിബ്ഡിനത്തിൻ്റെ ഓക്സൈഡാണ് MO2O3. EO മോളിബ്ഡിനത്തിൻ്റെ O ആണ്. EO ഓക്സിജൻ്റെ O ആണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഇത് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് മാറും. HCHO എന്നതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. ഇയാളെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നറിയോ? ഫോർമാൽഡിഹൈഡ് എന്നാണ് പേര് വിളിക്കുക. എന്താണ്? ഫോർമാൽഡിഹൈഡ്. ഇതൊരു ആൽഡിഹൈഡാണ്. എന്തല്ല? ആൽക്കഹോൾ അല്ല. എന്താ കിട്ടിയേ? ആൽഡിഹൈഡ്.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഈ റിയേജൻറ്റ്, ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് മാറുന്നതിനനുസരിച്ചാണ് പ്രൊഡക്റ്റ് മാറുന്നത്. രണ്ട് ഭാഗത്തും റിയാക്റ്റൻ്റ് സെയിം ആണ്. ഇത് ബാലൻസ്ഡ് ഒന്നും അല്ല കേട്ടോ, ബാലൻസ്ഡ് റിയാക്ഷൻ ഒന്നും അല്ല ഞാൻ എഴുതിയേക്കണേന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. എന്നാലും ഞാനിത് ആ കൺസെപ്റ്റാണ് പഠിപ്പിക്കണം, അല്ലാതെ ഇത് ഒരു റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതല്ലല്ലോ നമ്മുടെ ചർച്ച, വിട്ടേക്ക്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറി മാറി വരുന്നുണ്ട്. ഈ രണ്ട് എക്സാമ്പിളാണ് കൺട്രോൾഡ് ഓക്സിഡേഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. എളുപ്പ വഴികളൊന്നുമില്ല, കാണാതെ പഠിച്ചേക്കുക. നാലാമത്തത് എഴുതി വെച്ചോ. നാലാമത്തത് ഐസോമറൈസേഷൻ ആണ്. എന്താണ് ഐസോമറൈസേഷൻ? നാലാമത്തത് ഐസോമറൈസേഷൻ ആണ്. അതിൻ്റെ താഴെ എഴുതി വെച്ചോളൂ റിയേജൻറ്റ്. ഐസോമറൈസേഷൻ നടക്കണമെങ്കിലുള്ള റിയേജൻറ്റ് അൻഹൈഡ്രസ് AlCl3, അലുമിനിയത്തിൻ്റെ ക്ലോറൈഡ് ആണ് ഇവിടെ വേണ്ടത്. ആ റിയേജൻറ്റ് കാണാതെ പഠിക്കണം. ഐസോമറൈസേഷൻ ആവശ്യമുള്ള റിയേജൻറ്റ് ആരാണ്? അൻഹൈഡ്രസ് AlCl3. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊരു സെൻറ്റൻസ് ഇവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ് സംഭവിക്കുന്നത് എന്ന് എഴുതി വെച്ചോളൂ. ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺസ് ആർ എഴുതിക്കോളൂ. ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺസ് ആർ converted into branched hydrocarbons. Long chain hydrocarbons are converted into branched hydrocarbons. മക്കളെ, ഇത് ഞാനിവിടെ ഒരു 4 കാർബണിനെ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 4 കാർബൺ. ഈ 4 കാർബൺ ഇപ്പം നേരെയാണല്ലോ നിൽക്കണേ, അല്ലേ? നേരെയാണ് നിൽക്കണേ. ആരോ മാർക്കിന് മുകളിൽ കണ്ടു ആര്? അൻഹൈഡ്രസ് AlCl3. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, നടക്കാൻ പോകുന്നത് ഐസോമറൈസേഷനാണ്. അതായത് നേരെ നിന്നിരുന്ന 4 ആളുകൾ ഇനി നേരെ ഉണ്ടാവില്ല, അതിൽ ബ്രാഞ്ച് വരും. നോക്കിക്കേ, 3 കാർബൺ ഇങ്ങനെ നേരെ നിൽക്കും, 3 കാർബൺ പഴയ പോലെ നേരെ നിൽക്കും, 4ാമത്തെ കാർബൺ ഇവിടെ ബ്രാഞ്ചായിട്ടും വരും. 4ാമത്തെ കാർബൺ എന്ത് ചെയ്യും? ബ്രാഞ്ചായിട്ട് വരും. അപ്പോൾ ഇനി ബാലൻസ്, നമ്മൾ ഇതിൻ്റെ ബാലൻസി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന പരിപാടിയിലൊന്നും മാറ്റം വരുത്തണ്ട. ഇത് CH3 CH2 CH2 CH3, ഇവിടെയോ CH3 CH3 H. എല്ലായിടത്തും 10 ഹൈഡ്രജൻ ഉണ്ടാവും. എണ്ണി നോക്കിയാൽ ഹൈഡ്രജൻ്റെ എണ്ണവും കാർബണിൻ്റെ എണ്ണവും ഒക്കെ സെയിമാണ്. അപ്പോൾ ഇയാളുടെ പേര് നിങ്ങൾക്കറിയാം ബ്യൂട്ടെയിൻ ആണെന്ന്. ബ്യൂട്ടെയിൻ. ഇയാളുടെ പേര് നിങ്ങൾക്കറിയാം 2-methyl propane ആണെന്ന്, അല്ലേ? ഇതൊക്കെ പഠിച്ചതാണ്. 2-methyl propane ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബ്യൂട്ടെയിൻ ആൻഡ് 2-methyl propane? നേരെ നിൽക്കുന്ന ബ്യൂട്ടെയിനും ബ്രാഞ്ചായി നിൽക്കുന്ന 2-methyl propane തമ്മിൽ ചെയിൻ ഐസോമറിസമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ബ്യൂട്ടെയിനിൻ്റെ ഒരു ഐസോമറാണ് കിട്ടിയത്, ചെയിൻ ഐസോമറാണ് കിട്ടിയത്, അല്ലേ? ചെയിൻ ഐസോമറിസമൊക്കെ നാം പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ എന്ത് പേര് വിളിച്ചത്? ഐസോമറൈസേഷൻ എന്ന് പേര് വിളിച്ചത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, നോക്കിയിരുന്നോട്ടോ. ഒരു 5 കാർബൺ ആണെന്ന് വിചാരിച്ചോ. 1 2 3 4 5 കാർബൺ. എല്ലായിടത്തും വേണ്ടത്ര ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ CH3 CH2 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 CH3 എന്ന് കിട്ടി. ആരോ മാർക്കിന് മുകളിൽ ഇതേ സാധനം കണ്ടു, അൻഹൈഡ്രസ് AlCl3. നിങ്ങൾക്ക് കഴിയുന്ന അത്ര ബ്രാഞ്ച് നിങ്ങൾ കൊടുത്തോ. ആദ്യം ഞാൻ ചെയ്യുന്നത് 5 എണ്ണം എന്നുള്ളത് മാറ്റിയിട്ട് 4 എണ്ണം ആക്കി, എന്നിട്ട് ഒരു ബ്രാഞ്ച് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ടോട്ടൽ 5 ആയല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 എണ്ണം എന്നുള്ളത് മാറ്റിയിട്ട് 3 എണ്ണം ആക്കി. 5 കാർബൺ എന്നുള്ളത് 3 എണ്ണം ആക്കി. ബാലൻസ് 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിനെയും ബ്രാഞ്ചായിട്ട് കൊടുത്തു. ഒരു ബ്രാഞ്ച്, അടുത്ത ബ്രാഞ്ച്. ഇതിൽ ഏത് വേണമെങ്കിലും പറ്റും. ഏതാ നടക്കുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഏത് വേണേലും നടക്കാം. ഇത് രണ്ടും പോസിബിൾ പ്രൊഡക്റ്റാണ്. വേണ്ടത്ര ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തോ. CH3 CH3 CH CH2 CH3. ഇതെങ്ങനെ ഉണ്ടാവും? 4 ഭാഗത്തും CH3 എന്നുണ്ടാവും. ശരിയല്ലേ? ഇതിൻ്റെ പേരൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ വളരെ സന്തോഷം. ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ ഇത് വേണോ ഏത് വേണേലും കിട്ടാം. ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ? നിങ്ങൾ രണ്ടും എഴുതണം. ഇതാണ് പോസിബിൾ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഐസോമറൈസേഷൻ ഇവിടെ തീർന്നു. അഞ്ചാമത്തത് ആരാണ് മക്കളെ? ഇവിടെ അരോമറ്റൈസേഷൻ, അല്ലേ? അരോമറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരോമറ്റൈസേഷൻ ആദ്യത്തെ പോയിന്റ്, റിയേജൻറ്റ്. ആരാണ് അരോമറ്റൈസേഷൻ നടക്കാൻ ആവശ്യമുള്ള റിയേജൻറ്റ്? ആരാണ്? ശരിക്കും പഠിച്ചു വെച്ചോട്ടോ.
അരോമറ്റൈസേഷൻ നടക്കാൻ ആവശ്യമുള്ള റിയേജൻ്റ് ആരാണ്? 3 കണ്ടീഷനാണ് അരോമറ്റൈസേഷൻ നടക്കാൻ വേണ്ടത്. 3 കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് അറിയോ? CrO3 ഓർ V2O5 ഓർ MO2O3. ഈ 3-ൽ ഏതെങ്കിലും ഒരാൾ വേണം. ആരൊക്കെയാണ്? CrO3, ഒരു മിനിറ്റ്, CrO3 ഓർ V2O5 ഓർ MO2O3. CrO3 എന്നതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ. 1 സെക്കൻഡ്. ഓക്കെ മക്കളെ, CrO3 എന്നല്ല Cr2O3 എന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഡൗട്ട് അടിച്ചത്. Cr2O3 എന്നുണ്ട്. Cr2O3 ഓർ V2O5 ഓർ MO2O3. ഓക്കെ, ഈ 3-ൽ ഏതെങ്കിലും ഒരാൾ വേണം. MO2O3 ഒക്കെ നേരത്തെ നിങ്ങൾ കണ്ട ആളാണ്. ദേ ഇവിടെ മോളിബ്ഡിനത്തിൻ്റെ ഓക്സൈഡ്. V2O5 എന്ന് പറഞ്ഞാൽ വനേഡിയം പെൻറ്റോക്സൈഡ്. Cr2O3 എന്ന് പറഞ്ഞാൽ ക്രോമിയത്തിൻ്റെ ഓക്സൈഡ്. രണ്ടാമത്തെ കണ്ടീഷൻ 773 കെൽവിൻ വേണം. ടെമ്പറേച്ചർ 500 ഡിഗ്രി സെൽഷ്യസ് വേണം. 500 ഡിഗ്രി സെൽഷ്യസിനെയാണല്ലോ 773 കെൽവിൻ എന്ന് വിളിക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ 10 to 20 atm പ്രഷർ വേണം. എന്താണ്? 10 to 20 atm പ്രഷർ വേണം. 10 മുതൽ 20 വരെ atm പ്രഷറിലായിരിക്കണം റിയാക്ഷൻ നടക്കേണ്ടത്. ഈ 3 കണ്ടീഷൻ സാധിച്ചാൽ എന്ത് നടക്കും? അരോമറ്റൈസേഷൻ നടക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ റിയേജന്റ് എഴുതി. രണ്ടാമത്തെ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കോളൂ. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് റീഫോമിംഗ്. എന്താ വിളിക്കുക? റീഫോമിംഗ് എന്നൊരു പേരും കൂടി ഇയാൾക്കുണ്ട്. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് റീഫോമിംഗ്. ഒരു റീഫോമിംഗ്, ഒരു റീഅറേഞ്ച്മെന്റ് എന്ന ഉദ്ദേശം. എന്നിട്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് ആക്കിയിട്ട് താഴെ എഴുതിക്കോളൂ. മൂന്നാമത്തെ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതുക. എന്താണ്? ആൽക്കെയിൻസ് ഹാവിംഗ് 6 or more carbon atoms. Alkanes having 6 or more carbon atoms. Alkanes having 6 or more carbon atoms are converted into benzene and its derivatives. വേണ്ട, are converted into benzene and its substitutes. അങ്ങനെ എഴുതും. Benzene and its substitutes are converted into benzene and its substitutes. അത്ര മതി. എന്താ എഴുതിയേ? ആൽക്കെയിൻസ് ഹാവിംഗ് 6 or more, 6 അതിലധികമോ കാർബൺ ആറ്റമുള്ള ആൽക്കെയിനുകൾ ബെൻസീനോ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളോ ആയി മാറും. ഇത് ശ്രദ്ധിച്ച് കണ്ടോ? എക്സാമ്പിൾ ഹെക്സൈൻ. 6 കാർബണുള്ള ആളിൽ നിന്ന് തുടങ്ങാം. ഹെക്സൈൻ. എടാ, ഹെക്സൈൻ്റെ ഫോർമുല എന്താടാ? ഹെക്സൈൻ്റെ ഫോർമുല CH3 CH2 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 CH3 ഇങ്ങനെയല്ലേ? 6 കാർബൺ 1 2 3 4 5 6. 6 കാർബൺ നേരെ നിൽക്കുക. ഈ ഹെക്സൈനിനെ ഞാനൊരു സ്പെഷ്യൽ രൂപത്തിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ പെട്ടെന്ന് മനസ്സിലാവാനാണ്. എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2 ആൻഡ് ഇവിടെ CH2, ഇവിടെ CH3. നിങ്ങൾ എണ്ണി നോക്കിയാൽ 6 കാർബൺ ഉണ്ടാവും. നോക്കടാ, 1 2 3 4 5 6. ഈ 6 കാർബൺ ഉള്ള ഈ ഹെക്സൈനിലേക്ക് ഞാൻ ഈ 3 കണ്ടീഷൻ കൊടുക്കുകയാണ്. ഒന്നിരിക്കൽ ക്രോമിയം ഓക്സൈഡ്, അല്ലെങ്കിൽ വനേഡിയം പെൻറ്റോക്സൈഡ്, അല്ലെങ്കിൽ മോളിബ്ഡിനം ഓക്സൈഡ് എന്നല്ലേ ഞാൻ പറഞ്ഞേ. ഞാനിവിടെ MO2O3 എടുത്തു. ഏതെങ്കിലും ഒരാളെടുത്താൽ മതി. 773 കെൽവിൻ ടെമ്പറേച്ചർ എടുത്തു. 10 to 20 atm പ്രഷർ എടുത്തു. ഓക്കെ, എന്ത് സംഭവിക്കും? സിമ്പിളാണ്. എല്ലാ ആളുകളും CH ആയിട്ട് അങ്ങോട്ട് മാറും. എല്ലാവരും, ഇവരൊക്കെ എന്തായി മാറും? CH ആയിട്ട് മാറും. അപ്പോൾ അവരുടെ പൊസിഷൻ ഒന്ന് നോക്കിയതേ. CH, ഇവിടെ ഉള്ള ആള് CH, ഇവിടെ ഉള്ള ആള് CH, താഴെ CH, സൈഡിൽ CH, മുകളിൽ CH. CH3 ഉള്ളവനും CH2 ഉള്ളവനും ഒക്കെ എന്തായി? CH ആയിട്ട് മാറി. ടോട്ടൽ ഹൈഡ്രജൻസ് ഒന്ന് എണ്ണി നോക്കിയാൽ ഇവിടെ 3 3 6 അല്ലേ? ടോട്ടൽ ഹൈഡ്രജൻ 3 3 6 8 10 12 14 ഹൈഡ്രജൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം എത്ര ഹൈഡ്രജനേ ഉള്ളൂ? 6 ഹൈഡ്രജൻ ഉള്ളൂ. 14 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതിൽ 6 ഹൈഡ്രജനേ ഉള്ളൂ. വിച്ച് മീൻസ് 8 ഹൈഡ്രജൻ ഇവിടുന്ന് റിമൂവ് ആയി. 8 ഹൈഡ്രജനെ ഞാൻ എഴുതാണ് 4H2. എന്താ എഴുതിയത്? 4H2 അല്ലേ? 4H2 എന്ന് പറഞ്ഞാൽ 8 ഹൈഡ്രജൻ ആണല്ലോ. 8 ഹൈഡ്രജൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി. ഇനി ഇവർക്കിടയിൽ ബോണ്ട് കൊടുക്കണം. എങ്ങനെ ബോണ്ട് കൊടുക്കുക അറിയോ? ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കൊടുക്കണം. അതായത് ഇവിടെ സിംഗിൾ ബോണ്ട് കൊടുത്താൽ അടുത്ത പൊസിഷനിൽ ഡബിൾ ബോണ്ട്, അടുത്തത് സിംഗിൾ ബോണ്ട്, അടുത്തത് ഡബിൾ ബോണ്ട്, അടുത്തത് സിംഗിൾ ബോണ്ട്, അടുത്തത് ഡബിൾ ബോണ്ട്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് കൊടുക്കണം. ഇപ്പം എന്താ കിട്ടിയത്? കിട്ടിയ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ ബെൻസീൻ. എന്താ വിളിക്കുക?
ബെൻസീൻ എന്ന് വിളിക്കും. അപ്പോൾ 6 കാർബൺ ഉണ്ടായിരുന്ന ആളാണ് അരോമറ്റൈസേഷൻ റിയാക്ഷൻ നടന്നപ്പോൾ അതെന്തായി മാറി? ബെൻസീൻ ആയിട്ട് മാറി. ശ്രദ്ധിച്ച് പഠിച്ചോ, ബെൻസീൻ ആയിട്ട് മാറി. ഹെക്സൈനിൻ്റെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ഈ മായ്ക്കുന്ന സമയം കൊണ്ട് അത് എഴുതി തീർക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്യണം. പോസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു 6 അതിലധികമോ എന്നാണ്. അപ്പോൾ ഒരാളും കൂടി നമുക്ക് പഠിക്കാം. ഹെപ്റ്റൈനും കൂടി ഒന്ന് പഠിക്കാം. ഹെപ്റ്റൈൻ. എടാ, ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 7 കാർബൺ ആണല്ലോ. അപ്പോൾ കണ്ടോട്ടോ, CH3 CH2 5 ടൈംസ് CH3. ആഹാ, പുതിയ ഐറ്റാണല്ലോ. പുതിയ ഐറ്റം തന്നെയാണ്. എന്താ അറിയോ? CH2 5 ടൈംസ് എന്നാണ്. അതായത് ഇവിടെ ഇങ്ങനെ CH2 എന്ന് ഇങ്ങനെ എടുത്ത് എഴുതണ്ട. എത്ര CH2 ഉണ്ട്? 5 CH2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? ഈ സൈഡിൽ 1, ഈ സൈഡിൽ 1, ഇടയിൽ 5 CH2, ടോട്ടൽ 7 എണ്ണമായി. ഹെപ്റ്റൈനായി. ഈ ഹെപ്റ്റൈനിലേക്കും ഞാൻ ഇതേ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ ഏത്? ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരാൾ. രണ്ടാമത്തെ കണ്ടീഷൻ 773 കെൽവിൻ. മൂന്നാമത്തെ കണ്ടീഷൻ 10 to 20 atm പ്രഷർ. കിട്ടുന്ന സാധനം ശ്രദ്ധിച്ച് കണ്ടോളണേ. ബെൻസീൻ റിങ്. ഇതാണല്ലോ ബെൻസീൻ റിങ്ങിനെ നമ്മൾ റെസണൻസ് പ്രകാരം വരച്ച് പഠിക്കാറ്. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഇതേതാ ചിത്രം? ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ബോണ്ട് ലൈൻ ഫോർമുല. ഇത്രയേ ഉള്ളൂ. ഇതേ സാധനമാണ് ഇദ്ദേഹം. ഈ എൻഡുകളിലും കോർണറുകളിലൊക്കെ കാർബൺ ഉണ്ട് അല്ലേ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് ബോണ്ട് ലൈൻ ഫോർമുല. ഇതിൽ ഒരു CH3 ഗ്രൂപ്പ് കൂടി വരും. അല്ല, ഇവിടെ 7 കാർബൺ ആണല്ലോ. ഈ റിങ്ങിലുണ്ടല്ലോ 6 എണ്ണം. അതിൻ്റെ പുറമെ ഒരു CH3 ഗ്രൂപ്പ് കൂടി വരും. ഇപ്പം നമ്മൾ പറയും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. എന്താ വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുതി തന്ന സെന്റൻസിലുള്ളത് 6 അതിലധികമോ കാർബൺ ആറ്റംസിന് ഈ പറഞ്ഞ കണ്ടീഷൻസ് കൊടുത്താൽ ബെൻസീനും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ടാവും എന്നല്ലേ ഞാൻ പറഞ്ഞേ? ദേ എക്സാമ്പിൾ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഇതിനൊരു നല്ല പേരുണ്ട്. ഇതിൻ്റെ നല്ല പേരാണ് ടൊളുവിൻ. പഠിച്ചു വെച്ചോ, ടൊളുവിൻ. TOLUEN. എൻ്റെ പൊന്നു സാറേ, നല്ല പേരെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു പേരാ വിചാരിച്ചേ. എന്നിട്ട് കിട്ടിയ ഒരു പേര് ടൊളുവിൻ. എന്ത് ചെയ്യാനാ മോനെ, ഇത്രയ്ക്കേ കിട്ടിയുള്ളൂ. എഴുതി വെച്ചോ. അരോമറ്റൈസേഷൻ ഇവിടെ തീരുന്നു. അടുത്തതാരാണ്? പൈറോളിസിസ് ആണ്. അതുകൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമുക്ക് ബോർഡ് മായ്ക്കാം. അപ്പോൾ പൈറോളിസിസിനുള്ള ഒരു ചെറിയ സ്പേസ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പൈറോളിസിസ് എഴുതി വെച്ചോ. 7ാമത്തെ ആൾ പൈറോളിസിസ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് 2 വാക്ക് എഴുതാം. പൈറോളിസിസ് 7ാമത്തത് കേട്ടോ. പൈറോളിസിസ് it is heating ചൂടാക്കലാണ്. ഹീറ്റിംഗ് ഹയർ ആൽക്കെയിൻസ് നല്ല നീളമുള്ള ആൽക്കെയിനുകളെ ചൂടാക്കലാണ്. ഇറ്റ് ഈസ് ഹീറ്റിംഗ് ഹയർ ആൽക്കെയിൻസ് ടു ഗീവ് സ്മോൾ ഫ്രാഗ്മെന്റ്സ് ചെറിയ ഫ്രാഗ്മെന്റുകളാണ് ഇവിടെ കിട്ടുക. ഹയർ ആൽക്കെയിനിനെ നല്ല ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്മോൾ ഫ്രാഗ്മെന്റ്സ് കിട്ടും. ഇത്രയേ ഉള്ളൂ പൈറോളിസിസ്. 2ാമത്തെ ഒരു സെന്റൻസ് എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്രാക്കിംഗ് എന്നൊരു പേര് കൂടിയുണ്ട്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊട്ടിക്കുക എന്നാണല്ലോ. യഥാർത്ഥത്തിൽ പൊട്ടിക്കൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. ഞാനിവിടെ C5H12 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുന്നു. C5H12. മക്കളെ വേണ്ട, ഞാനതൊന്ന് മായ്ക്കുന്നുണ്ട്. ഞാനത് ഫോർമുല വെച്ചിട്ടല്ലാതെ തന്നെ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കണ്ടോളണേ. ഞാനൊരു ബ്യൂട്ടൈൻ എടുക്കുകയാണ്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതിപ്പോൾ ഒരു ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. ഇതിൻ്റെ താഴെ ആരോ മാർക്കിന് മുകളിൽ ഞാൻ ഹീറ്റിംഗ് എന്ന് കാണിച്ചു. ഒരു 3 ട്രയാങ്കിൾ ഇട്ടിട്ടുണ്ട്. മീൻസ് നന്നായി ചൂടാക്കുമ്പോൾ ഇവിടുത്തെ ബോണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ ബോണ്ടുകളൊക്കെ പൊട്ടും. അതായത് 4 കാർബണല്ലേ ഉള്ള, അതിൻ്റെ ചെറിയ പീസൊക്കെയാണ് ആവും. അപ്പോൾ 4 കാർബണിൽ ഈ ബോണ്ടാണ് പൊട്ടിയതെന്ന് വിചാരിച്ചോ. ഈ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു CH3 ഉണ്ട്, അതിനൊരു ഡോട്ട് ഉണ്ടാവും. എന്താണ് ആ ഡോട്ട്? ഫ്രീ റാഡിക്കൽ. ഹോമോളിസിസാ സംഭവിക്കുക.
ഈ ബോണ്ട് ഇലക്ട്രോണിനെ ഇങ്ങോട്ടും ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടും കൊടുക്കും. അപ്പം എന്തായി CH3 ഡോട്ട് കിട്ടും. പ്ലസ് ഇവിടെ ആരുണ്ട് ഇനി പറ CH2 ഡോട്ട്, ശരിയല്ലേ? CH2 ഡോട്ട് സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. എന്താ സംഭവിച്ചത് മക്കളെ? ഇവിടെയുള്ള ബോണ്ട് പൊട്ടി. ആ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണിനെ അടുത്തടുത്തുള്ള കാർബണുകൾ ഏറ്റെടുത്തു. അപ്പോൾ ദേ ഇങ്ങനെ എന്ത് കിട്ടി? ഫ്രീ റാഡിക്കൽസ് കിട്ടി. ഇങ്ങനെ വേണമെങ്കിൽ കിട്ടാം, അതല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിൽ പൊട്ടാം. ഇപ്പം ഈ ബോണ്ടാണല്ലോ പൊട്ടിയത്, എന്തുകൊണ്ട് ഈ ബോണ്ട് പൊട്ടിക്കൂടാ? ഈ ബോണ്ടും പൊട്ടാം, ഏത് വേണമെങ്കിലും പൊട്ടാം. അപ്പോൾ ഈ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ദേ ശ്രദ്ധിച്ച് കണ്ടോ, CH3 സിംഗിൾ ബോണ്ട് CH2 അല്ലേ? ഇവിടെയാണ് ഈ ബോണ്ട് കിടക്കുന്നത്. ആ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെ ഒരു ഫ്രീ റാഡിക്കലും ഇവിടെ ഒരു ഫ്രീ റാഡിക്കലും. അപ്പോൾ ഇത് CH2 ഡോട്ട് പ്ലസ് CH2 ഡോട്ട് CH3, ശരിയല്ലേ? ഇവിടെ ഇടയിലായിരുന്നു ബോണ്ട് ഉണ്ടായിരുന്നത് ഈ മോളിക്യൂളിൽ. ആ ബോണ്ട് പൊട്ടിയിട്ട് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് കൊടുത്തു. പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പൗണ്ടുകളും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല സാറേ നമ്മൾ ഇത് പൊട്ടിച്ചു, ഓക്കെ, ഇതും പൊട്ടിച്ചു, ഓക്കെ, എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് പൊട്ടിക്കും സാറേ. എടാ മോനെ, ഇത് പൊട്ടിച്ചാലും ഇത് പൊട്ടിച്ച പോലെ തന്നെ ഉണ്ടാകും. ടെർമിനലായിട്ടുള്ള ബോണ്ടാണല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ 1, 3 കിട്ടിയത്. ഒരു കാർബണും 3 കാർബണും ഉള്ള ഫ്രാഗ്മെൻറ്റ് 1, 3, ശരിയല്ലേ? അതേ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇവിടെ പൊട്ടിച്ചാലും കിട്ടുക. അപ്പോൾ പിന്നെ അതൊരു ആവർത്തനമായിരിക്കും, അതിൻ്റെ ആവശ്യമില്ല. ഒന്നിരിക്കൽ ഇത് പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചാൽ, അല്ലേ? ഏത് വേണേലും കിട്ടും. പരീക്ഷയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ട സാറേ? ഇതിലിപ്പോൾ എല്ലാം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ എന്താ എഴുതണ്ടേ? നിങ്ങളെല്ലാം എഴുതണം. പോസിബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും എഴുതണം. പൈറോളിസിസ് അതുകൊണ്ട് തന്നെ വലിയ പ്രൊഡക്റ്റുകളൊന്നും വലിയ കോമ്പൗണ്ടുകളൊന്നും നിങ്ങൾക്ക് തരാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, വലിയ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാണ് അപ്പുറത്ത് തന്നേക്കുന്നത്. ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ. ഏതാണ് റിയാക്ഷൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏതാണ് റിയാക്ഷൻ? ഓപ്ഷനിൽ ഉണ്ടാകും പൈറോളിസിസ്, അല്ലെങ്കിൽ ഉണ്ടാകും ക്രാക്കിംഗ്. പഠിച്ചോ? ഏത് വേണമെങ്കിലും ഓപ്ഷനിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ ആണ്, അല്ലേ? ആൽക്കെയിനിൻ്റെ കുറച്ച് റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ശരിക്കും പഠിച്ചോളണം. ഓക്കെ, എഴുതിക്കോളൂ. ആൽക്കീനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. റോമൻ നമ്പർ 2. ഇവിടെ ആൽക്കീനായോ? റോമൻ നമ്പർ 2 ആക്കിയിട്ട് എഴുതിക്കോളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളിലേക്ക് എന്തൊക്കെ റിയാക്ഷൻസ് ആണ് സംഭവിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ടോളണേ മക്കളെ, എണ്ണം പിടിച്ചോട്ടാ. 1, 2, 3, 4, 5, 6, 7. എനിക്കറിയാം നിങ്ങളിൽ പലരുടെയും മൂഡ് ഇപ്പോൾ തന്നെ പോയി. 7 റിയാക്ഷനൊക്കെ പഠിക്കാനുണ്ടോ എന്നൊരു ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. 7 റിയാക്ഷൻ പഠിക്കാനുണ്ട്, പക്ഷെ സിമ്പിളാണ്. ഒരു 3 2 നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്കിങ്ങനെ കേട്ടില്ലേ? ആ ഒച്ചയിട്ടില്ല നിങ്ങൾ? അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എഴുതി വെച്ചോട്ടാ. ആൽക്കീനിലേക്കുള്ള റിയാക്ഷൻസ്. 1, അഡീഷൻ ഓഫ് H2. അഡീഷൻ ഓഫ് H2 സിമ്പിളാണ്, എഴുതി വെച്ചോ. അഡീഷൻ ഓഫ് H2. 2, അഡീഷൻ ഓഫ് X2. എന്താ എഴുതിയേ? അഡീഷൻ ഓഫ് X2. സ്പീഡിൽ എഴുതണേ. 3, അഡീഷൻ ഓഫ് HX. അഡീഷൻ ഓഫ് HX. 4, അഡീഷൻ ഓഫ് H2O. അഡീഷൻ ഓഫ് H2O. 5, റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജന്റ്. റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജന്റ്. 6, റിയാക്ഷൻ വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4. ഒന്ന് നോക്കി വെച്ചോട്ടാ. എന്താണ്? നിങ്ങളൊന്നും പേടിക്കല്ലേ മക്കളെ, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഉള്ള മൂഡ് കളയല്ലേ. ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4 ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് കൂടെ നിന്ന് തരണം. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ ലെങ്തി ചാപ്റ്ററാണ്. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഈ ഒരു ചാപ്റ്റർ വിചാരിക്കാതെ നടക്കൂല കേട്ടോ. അപ്പോൾ എന്താ എഴുതി? റിയാക്ഷൻ വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഓസോണോളിസിസ്.
ഓസോണോളിസിസ് മതി. 7 എണ്ണത്തിൻ്റെയും പേര് പഠിച്ചു. ഓസോണോളിസിസ്. ഓക്കെ മക്കളെ, ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാണ്. ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ. 1, അഡീഷൻ ഓഫ് H2. അഡീഷൻ ഓഫ് H2. എടാ മക്കളെ, ആൽക്കീനിലേക്ക്, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണല്ലോ, CH2 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം എന്ന്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാ. അതിൻ്റെ ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് നിക്കൽ കാണാം, അല്ലെങ്കിൽ പലേഡിയം കാണാം, അല്ലെങ്കിൽ പ്ലാറ്റിനം കാണാം എന്നൊക്കെ ഞാൻ മുമ്പ് പഠിപ്പിച്ചതാ. എന്ത് സംഭവിക്കും എന്നും നിങ്ങൾ മുമ്പ് പഠിച്ചതാ. CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ പേരെന്തായിരുന്നു? കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ അല്ലേ? കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എവിടെ നമ്മൾ പഠിച്ചതാണ്? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിനിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അവിടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ പഠിച്ചു. അതേ റിയാക്ഷനെ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽക്കീനായിട്ട് പഠിച്ചു. ഇതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഒരു റിയാക്ഷനെ 2, 3, 4 ഹെഡിങ്ങിൽ നിങ്ങൾക്ക് കാണാം. അപ്പം അങ്ങനെ ഒരുപാട് റിപ്പീറ്റേഷൻസ് ഉണ്ടാവും. അതെല്ലാം ആവർത്തിച്ച് ഓരോന്ന് പിന്നെയും പഠിക്കേണ്ട കാര്യമുണ്ടോ? ഒറ്റവട്ടം പഠിച്ചാൽ മതി. അതാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. ഓർഗാനിക് കെമിസ്ട്രിയെ അറിഞ്ഞ് പഠിച്ചാൽ ടോട്ടൽ സിലബസിനെ ഒരു 60% ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി 40% റിപ്പീറ്റേഷനാണ്. സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററുകളാക്കാനേ പാടില്ലായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ്. പാർട്ട് 2 വേണ്ട, ഓർഗാനിക് കെമിസ്ട്രി. എന്നാൽ ഈ ചാപ്റ്ററുകൾ ഇങ്ങനെ ഒരേ കുറേ ചാപ്റ്ററുകൾ അവിടെയും ഇവിടെയും, എന്നിട്ട് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അവിടെ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ആരോട് പറയാൻ? ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്താ എഴുതിയേ? കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. ബ്രാക്കറ്റിൽ റഫർ എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇവിടെ കൂടുതൽ കഥയൊന്നും കാണാത്തതുകൊണ്ട് ഓർമ്മ വരാതെ പോകണ്ട. മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. റഫർ പോയി നോക്കിക്കോ എന്നാണ് അതിനർത്ഥം. 2, അഡീഷൻ ഓഫ് ആരാണ് പറ? അഡീഷൻ ഓഫ് X2 അല്ലേ? X2 എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണല്ലോ, ഹാലോജൻ. ഒറ്റ വാക്യം എഴുതേണ്ടതുള്ളൂ. വിസ് ഡൈഹാലൈഡ്സ് ആർ ഫോംഡ്. വിസ് ഡൈഹാലൈഡ്സ് ആർ ഫോംഡ്. സിമ്പിളാണ്. വിസ് ഡൈഹാലൈഡ്, വിസിനൽ ഡൈഹാലൈഡ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. CH2 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് ഞാൻ X2 ആഡ് ചെയ്യാൻ പോവാണ്. X2 എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണല്ലോ, അപ്പോൾ ഒരു ക്ലോറിൻ ആയിക്കോട്ടെ. പ്രൊഡക്റ്റ് സിമ്പിളാണ്. കാർബൺ, ഈ 2 കാർബൺ ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടും, സിംഗിൾ ബോണ്ട് ആകും. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. ഹൈഡ്രജൻ്റെ എണ്ണത്തിലൊന്നും മാറ്റമില്ല. CH2. ഓരോ ക്ലോറിൻ ഓരോ ഹൈഡ്രജനിലേക്ക് വന്നു നിൽക്കും. ഇവിടെ ഒരു ക്ലോറിൻ. കിട്ടിയ സാധനത്തെയാണല്ലോ നമ്മൾ എന്ത് പേര് വിളിച്ചത്? വിസിനൽ ഡൈഹാലൈഡ് അല്ലേ? ഇനി അതൊന്നും കുറേ ആവർത്തിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വിസ് ഡൈഹാലൈഡ്സ് ആർ ഫോംഡ്. കഴിഞ്ഞു. അതോടുകൂടെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ തീർന്നു, അഡീഷൻ ഓഫ് ഹാലജനും തീർന്നു. മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അഡീഷൻ ഓഫ് HX. ഇത് എഴുതിയിട്ട് ഇതിൻ്റെ സൈഡിൽ മാർജിനിൽ വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്നോ ഒരു 3 സ്റ്റാറൊക്കെ വേണമെങ്കിൽ തൂക്കിയിട്ടോ. എന്താ അറിയോ? ക്വസ്റ്റ്യൻ ഷുവറാണ്. എൻട്രൻസിനായാലും പബ്ലിക് എക്സാമിനായാലും ക്വസ്റ്റ്യൻ ഷുവറാണ്. അഡീഷൻ ഓഫ് HX. സംഭവം സിമ്പിളാണ്. അതിന് ഞാൻ 2 ആയിട്ട് മാറ്റുകയാണ്. അതായത് A എന്ന് എഴുതിക്കോളൂ. A എന്ന് എഴുതിയിട്ട് എന്തെഴുതുക? ഇൻറ്റു സിമ്മട്രിക്കൽ ആൽക്കീൻ. എന്താ എഴുതിയേ? ഇൻറ്റു സിമ്മട്രിക്കൽ ആൽക്കീൻ. സിമ്മട്രിക്കൽ ആൽക്കീനിലേക്കാണ് ഞാൻ HX ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗട്ട്, എന്താണ് സാറേ സിമ്മട്രിക്കൽ ആൽക്കീൻ? എടാ ഒന്നുമില്ലടാ, ഡബിൾ ബോണ്ടഡ് കാർബണുകൾ ഒരേപോലെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്മട്രിക്കൽ ആൽക്കീൻ. അതായത് ഇവിടെ CH2 ആണല്ലോ, ഇവിടെയും CH2 ആണ്. 2 ഡബിൾ ബോണ്ടഡ് കാർബണുകളും ഒരുപോലെയാണ്, CH2. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക്കൽ ആൽക്കീൻ. അപ്പോൾ ഒരു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടോ? CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ഡബിൾ ബോണ്ട് CH2. ഏതാ കോമ്പൗണ്ട്? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2.
ഇവിടെ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ കാർബണുകൾ ഇയാളും ഇയാളും ആണല്ലോ. ഇത് CH ആണ്, ഇത് CH2 ആണ്. അപ്പോൾ ഒരു വ്യത്യാസമില്ല അവർ തമ്മിൽ. ഈ ഡബിൾ ബോണ്ടുള്ള കാർബണുകൾ ഒരേപോലെ അല്ലല്ലോ. ഇത് CH ആണ്, ഇത് CH2 ആണ്. അപ്പോൾ എന്താണ്? അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്നാണ് വിളിക്കുക. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുന്നത് പോലെ അല്ല സിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അതിനെ രണ്ടിനെ രണ്ടാക്കി മാറ്റിയത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് അങ്ങോട്ട് തീർക്കാം. ഇൻടു സിമെട്രിക്കൽ ആൽക്കീൻ. റെഡി അല്ലേ മക്കളെ? ഇൻടു സിമെട്രിക്കൽ ആൽക്കീൻ. സിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഞാനൊരു HX ആഡ് ചെയ്യാണ്. HX. അത് എക്സ് എന്നുള്ളത് ഇനി Cl ആവാം, ബ്രോമിൻ ആവാം, ഫ്ലോറിൻ ആവാം, അയോഡിൻ ആവാം, ആരുമാവാം. ഞാൻ ജനറലായിട്ട് കാണിക്കുകയാണ്. സംഭവം സിമ്പിളാണ് മക്കളെ. എന്താ അറിയോ, നേരത്തെ നടന്ന അതുപോലെ തന്നെ റിയാക്ഷൻ. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നത് CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാവും. മനസ്സിലായി? CH2 ഡബിൾ ബോണ്ട് CH2 എന്നത് പറ CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാവും. ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടും. അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടുമ്പോൾ ഈ കാർബണിനും ഓരോ വാലൻസിയുടെ കുറവ് വരൂലേ? ആ വാലൻസിയിൽ ഒന്നിലേക്ക് ഹൈഡ്രജനും വേറൊന്നിലേക്ക് ഹാലോജനും കയറി നിൽക്കും. രണ്ട് ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്, ഹാലോജനും ഹൈഡ്രജനും. രണ്ടിലേക്കും ഓരോരുത്തർ വീതം കയറി നിൽക്കും. അപ്പോൾ തൽക്കാലം ഇവിടെ ഹൈഡ്രജനാണ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കും. ഇവിടെ ആര് വന്നു? ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ വരുമ്പോൾ ഈ CH2 എന്നുള്ളതിനെ എന്താക്കി മാറ്റാലോ? CH3 എന്നാക്കാലോ അല്ലേ? CH2 എന്നതിലേക്ക് ഒരു ഹൈഡ്രജനും കൂടി വന്നു. അപ്പോൾ അയാൾ എന്തായി? CH3 ആയി. അപ്പുറത്തതിലേക്ക് ഹാലജൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു ഹാലജൻ ഇട്ട് കൊടുത്തു, X. കണ്ടോ? ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് കിട്ടുക. അതിന് നിങ്ങൾക്ക് തിരിച്ചു പറയണോ? ഇവിടെ X പറയണോ? ഇവിടെ H പറയണോ? ഹൈഡ്രജൻ ഇവിടെയും ഹാലജൻ ഇവിടെയും ആഡ് ചെയ്തു എന്നാണോ നിങ്ങൾക്ക് പറയണ്ടേ? നിങ്ങൾ ഇഷ്ടത്തിന് പറഞ്ഞോ. എങ്ങനെയായാലും കോമ്പൗണ്ട് മാറാനൊന്നും പോണില്ല. ഈ കോമ്പൗണ്ട് തിരിച്ചെഴുതിയ പോലെ ഉണ്ടാവും, മാറ്റി പറഞ്ഞാലും. അതുകൊണ്ടാണ് സിമെട്രിക്കൽ ആൽക്കീൻ ഞാൻ സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് വിട്ടു തന്നത്. ബി into unsymmetrical alkene. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അൺസിമെട്രിക്കൽ ആൽക്കീൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോളൂ. The reaction proceeds through Markovnikov's rule. The reaction proceeds through Markovnikov's rule. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരമാണ് എന്ത് നടക്കുക? റിയാക്ഷൻ നടക്കുക. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആര്? HX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം റിയാക്ഷൻ നടക്കും. അപ്പോൾ എന്താണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് അറിയണ്ടേ? ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ മാർക്കോണിക്കോഫ് റൂൾ എഴുതി വെച്ചോ. ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു മാർക്കോണിക്കോഫ് റൂൾ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സബ്ഹെഡിങ് ആയിട്ട് മാർക്കോണിക്കോഫ് റൂൾ എന്ന് എഴുതിയിട്ടോ ഞാൻ ഇനി പറയുന്ന സെൻറ്റൻസ് എഴുതി വെക്കുക. ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതി വെച്ചോട്ടോ. മാർക്കോണിക്കോഫ് റൂൾ എഴുതി വെച്ചോ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് എഴുതൂ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് will go into a carbon atom having lesser number of hydrogen atom. എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു എ കാർബൺ ആറ്റം ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സിമ്പിളാണ്, പക്ഷേ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു എ കാർബൺ ആറ്റം ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ശ്രദ്ധിച്ച് കണ്ടോളണേ മക്കളെ. ഇതേ നോക്കിക്കോ. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് നോക്കിക്കോ. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ആരോ മാർക്കിന് മുകളിൽ HCl കണ്ടു. HCl HBr ആരെങ്കിലും ആവാട്ടാ. HCl HBr ആരെങ്കിലും ആകാം. HBr ആയാലും കുഴപ്പമൊന്നുമില്ല. ആരോ മാർക്കിന് മുകളിൽ HCl കണ്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ട് ആവും. എന്നിട്ട് ഒരു സ്ഥലത്ത് ഹൈഡ്രജനും മറ്റേ സ്ഥലത്ത് ഹാലജനും ആഡ് ചെയ്യും. ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അതേ പരിപാടികൾ തന്നെ. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം.
ഞാൻ ആദ്യം ഇതിൻ്റെ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടുള്ള സ്ട്രക്ചർ ഒന്ന് വരച്ചുതരാം. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 ശരിയല്ലേ? ഇവിടെ അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടുണ്ട്. ഈ ഡബിൾ ബോണ്ട് പൊട്ടിയ 2 കാർബൺ, ഇതാണല്ലോ 2 കാർബൺ. ഈ 2 കാർബണിൽ ഏതെങ്കിലും ഒന്നിൽ ഹൈഡ്രജനും മറ്റൊന്നിൽ ഹാലജനുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനിത് ഈ 2 കാർബൺ ആണല്ലോ, ഈ കാർബണിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതിലേക്ക് ഈ ഒരു ഹൈഡ്രജനും കൂടി വന്നാൽ ഇത് CH2 എന്നാവും. കറക്റ്റ് അല്ലേ? അപ്പോൾ അപ്പുറത്തുള്ള ഡബിൾ ബോണ്ടഡ് കാർബൺ ഇയാളിലാണ് പിന്നെ ഡബിൾ ബോണ്ട് പൊട്ടിയത്. ഇവിടെയാണ് ക്ലോറിൻ വരിക. എവിടെയാണോ ഹൈഡ്രജൻ ആഡ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ എന്തേ ആഡ് ചെയ്യണം? പറ, ക്ലോറിൻ ആഡ് ചെയ്യണം. അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. ഇനി വേറൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. ഓർ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. അതെന്താണ് ആ പോസിബിലിറ്റി? ഈ ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇപ്പുറത്ത് ആഡ് ചെയ്യുകയും ആ ക്ലോറിൻ അവിടെ ആഡ് ചെയ്യുന്നതിന് പകരം ഇപ്പുറത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. ശരിയല്ലേ? ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറിൻ ആഡ് ചെയ്തത് നേരെ തിരിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും പ്രൊഡക്റ്റ്? പറ. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 എന്നായിരുന്നു നമ്മുടെ ആള് അല്ലേ? ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ട് ആക്കിയപ്പോൾ. അപ്പോൾ ഇനി ഇവിടെയാണ് ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഞാൻ ഹാലജൻ അല്ലേ ആഡ് ചെയ്ത്, അതിന് പകരം ഇനി അവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 2 ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 ആവും. ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ വരും. അപ്പോൾ ഈ കാർബണിൽ എന്ത് ചെയ്യണം? ഒരു ക്ലോറിൻ ആഡ് ചെയ്യണം. ഇതല്ലേ 2 പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേരെന്താ മക്കളെ? ഇതിൻ്റെ പേരാണ് 1-ക്ലോറോപ്രൊപ്പൈൻ. 1-ക്ലോറോപ്രൊപ്പൈൻ. ഇതിൻ്റെ പേരാണ് എന്ത്? 2-ക്ലോറോപ്രൊപ്പൈൻ. 2-ക്ലോറോപ്രൊപ്പൈൻ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, ഇവിടെ 1-ക്ലോറോപ്രൊപ്പൈൻ ആണോ 2-ക്ലോറോപ്രൊപ്പൈൻ ആണോ ഉണ്ടാവുക? അതിൻ്റെ ഉത്തരം എത്രയേ ഉള്ളൂ. 1-ക്ലോറോപ്രൊപ്പൈനും ഉണ്ടാവും, 2-ക്ലോറോപ്രൊപ്പൈനും ഉണ്ടാവും. പക്ഷേ മാർക്കോണിക്കോഫ് റൂള് പ്രകാരം ഇതിലേതെങ്കിലും ഒരാൾ മേജർ ആയിരിക്കും, ഒരാൾ മൈനർ ആയിരിക്കും. അളവിൽ കൂടുതൽ ഒരാൾ, അളവിൽ കുറവ് ഒരാൾ. അപ്പം ഇനി മാർക്കോണിക്കോഫ് റൂൾ ഒന്നുകൂടെ വായിച്ചേ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്, ഡേടാ ഇവിടെ നോക്കടാ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് HCl ആണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്. HClൻ്റെ ചാർജ് എന്ന് പറഞ്ഞ് HClൽ Hന് പ്ലസ്സും ക്ലോറിന് മൈനസും ആണ്. ശരിയല്ലേ? Hന് പ്ലസ്സും ക്ലോറിന് മൈനസും ആണ് HCl എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. അപ്പോൾ അതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്ലോറിനാണ്. ഇനി അവിടെ ബ്രോമിൻ ആണെങ്കിൽ അയാളാകും, ഫ്ലൂറിൻ ആണെങ്കിൽ അയാൾ, ബ്രോമിൻ ആണെങ്കിൽ അയാൾ, ഹാലജൻ ആരാണോ അയാളാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്. ഇനി ആ സെൻറ്റൻസ് ഫുള്ള് വായിക്കുക. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു എ കാർബൺ ആറ്റം ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ, ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇതല്ലേ ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ? ഇതാണ് വേറെ ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ ഡബിൾ ബോണ്ടഡ് കാർബണുകളിൽ എവിടെയാണ് ഹൈഡ്രജൻ കുറവ്, അവിടെയാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് പോവുക. എവിടെയാണ് ഹൈഡ്രജൻ കുറവ്? CH എന്നാണോ CH2 എന്നാണോ? CH2 എന്ന് ഉള്ളത് 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അവിടെയാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് പോവുക. അതാരാ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്? ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ ഇവിടെ വരുന്ന പ്രൊഡക്റ്റ്, ക്ലോറിൻ ഇവിടെ വരുന്നത് ഏതാ? ഹൈഡ്രജൻ കുറവുള്ള ഈ കാർബണിൽ ക്ലോറിൻ വരുന്ന പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ്. അതേതാ? 2-ക്ലോറോപ്രൊപ്പൈൻ. അപ്പോൾ 2-ക്ലോറോപ്രൊപ്പൈൻ ആണ് ഇവിടെ എന്ത്? പറ, മേജർ പ്രൊഡക്റ്റ്. ഇദ്ദേഹമാണ് ഇവിടെ പറ മൈനർ പ്രൊഡക്റ്റ്. ആരാണോ മേജർ അതിൻ്റെ ഓപ്പോസിറ്റ് മൈനർ. അപ്പോൾ എന്തുകൊണ്ട് ഇയാൾ മേജറായി? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ഇവിടെ ഹൈഡ്രജൻ കുറവുള്ളിടത്തേക്ക് വന്നു. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ ഉള്ളിടത്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഏത്? മാർക്കോണിക്കോഫ് റൂൾ. ദിസ് ഈസ് മാർക്കോണിക്കോഫ് റൂൾ. പഠിച്ചോ? അപ്പോൾ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം അത് 2 തവണ ഉരുവിടുക. എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു എ കാർബൺ ആറ്റം ഹാവിങ് പറ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെ സ്റ്റാർ ഇട്ടിട്ട് ചെറിയൊരു പ്രശ്നം കൂടി ഇവിടെ എഴുതി വെക്കാനുണ്ട്. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ എന്താണ്? മാർക്കോണിക്കോഫ് റൂളിൽ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന കണ്ടീഷനാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊന്നും പഠിക്കണ്ട. എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊന്നും പഠിക്കണ്ട. എന്ത് മാത്രം അറിഞ്ഞാൽ മതി? മാർക്കോണിക്കോഫ് റൂൾ അറിഞ്ഞാൽ മതി. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ എങ്ങനെ പറയണം? ഒന്ന് പറഞ്ഞു നോക്കുക വെറുതെ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോയിങ് ടു എ കാർബൺ ആറ്റം ഹാവിങ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അല്ലേ?
അത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ് മാർക്കോണിക്കോഫ് റൂൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. കിട്ടിയ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. അത് എല്ലായിടത്തൊന്നും സംഭവിക്കൂല. സാധാരണഗതിയിൽ മാർക്കോണിക്കോഫ് റൂൾ മാത്രമേ നടക്കുള്ളൂ. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ നടക്കുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അത് ശരിക്കും പഠിച്ചു വെച്ചോളാം, മാറിപ്പോകരുത്. ലോകത്ത് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ നടക്കുന്നത് ഒരേ ഒരു കണ്ടീഷനിലാണ്. അതെപ്പോഴാ എഴുതി വെച്ചോ? ഡ്യൂറിങ് അഡീഷൻ ഓഫ് HBr. ഡ്യൂറിങ് അഡീഷൻ ഓഫ് HBr ബ്രാക്കറ്റിൽ ഓൺലി HBr എന്നും കൂടി എഴുതി വെച്ചോ. ഓൺലി HBrന്റെ അഡീഷന്റെ സമയത്ത് എന്നല്ല, HBrന്റെ അഡീഷന്റെ സമയത്ത് മാത്രം എന്നാണ്. വേറെ ഇനി HCl ആയാലോ HF ആയാലോ HI ആയാലോ ഒന്നും ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ അപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ HBr. അതും എപ്പോ? ഇൻ പ്രസൻസ് ഓഫ് എനി പെറോക്സൈഡ്. ഏതെങ്കിലും ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBrന്റെ അഡീഷൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, പെറോക്സൈഡ് ഒന്നും ഇല്ലെങ്കിലോ? പെറോക്സൈഡ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനിൽ HBr ആഡ് ചെയ്യുകയാണെങ്കിലോ? അപ്പോഴും ഏതാണ്? മാർക്കോണിക്കോഫാണ്. അപ്പോൾ മാർക്കോണിക്കോഫിൽ നിന്ന് വിഭിന്നമാകുന്നത് ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിൽ ഒരേ ഒരു കണ്ടീഷനില്ല. അപ്പോൾ HBr ആയിരിക്കണം, ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡുമായിരിക്കണം. അപ്പോൾ ആരോ മാർക്കിന് മുകളിൽ 2 പേര് വേണം. ഒന്ന് HBr വേണം, 2 പെറോക്സൈഡ് വേണം. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ HBrന് പകരം വേറെ ആര് വന്നാലും ഒക്കെ ഏതാണ്? മാർക്കോണിക്കോഫാണ്. അപ്പം ഇനി ആൻറ്റി മാർക്കോണിക്കോഫിൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ പ്രശ്നമാക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കണ്ടോളൂ, ഇതേ റിയാക്ഷനാണ് വിചാരിച്ചോ. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ കണ്ടു ഒരു പെറോക്സൈഡിനെ കണ്ടു. പെറോക്സൈഡ് ഏതെങ്കിലും ഒരു പെറോക്സൈഡ് ആരാ? H2O2 ആയിക്കോട്ടെ. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. നോട്ട്ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെച്ചോട്ടോ. നിങ്ങൾ കാണാൻ സാധ്യതയുള്ള പെറോക്സൈഡുകളെ ഞാനിവിടെ എഴുതി തരാം. നിങ്ങൾ കാണാൻ സാധ്യതയുള്ള പെറോക്സൈഡ് ഒന്ന് H2O2. ഒന്നാരാണ്? H2O2. നിങ്ങൾ ഇവിടെ തന്നെ എഴുതണേ, ഞാൻ സ്ഥലമുള്ളിടത്ത് നോക്കിയിട്ട് എഴുതിയതാണ്. 2 Na2O2 സോഡിയം പെറോക്സൈഡ്. 3 ബെൻസോയിൽ പെറോക്സൈഡ്. 3 എന്താണ്? ബെൻസോയിൽ പെറോക്സൈഡ്. ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ഫോർമുല ഞാൻ കാണിച്ചു തരാം. എന്താണ്? C6H5 ബെൻസോയിൽ പെറോക്സൈഡ് അല്ലേ? അപ്പോൾ C6H5 2 times O2. C6H5 2 times O2. ഇതിനെ പറയുന്ന പേരാണ് ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാളായിരിക്കും നിങ്ങളുടെ ആരോ മാർക്കിന് മുകളിൽ ഉണ്ടാവുക. ആര് വന്നാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. HBrന്റെ അഡീഷൻ ആണ്, ഓക്കെ. HCl ആണെങ്കിലോ HI ആണെങ്കിലോ HF ആണെങ്കിലോ ഈ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ അപ്ലിക്കബിൾ അല്ല. മാർക്കോണിക്കോഫ് റൂളിലേക്ക് തന്നെ പോകണം. ഇത് HBr ആണ്, ഓക്കെ. ഇൻ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡുമാണ്. ഈ ഒരു പെറോക്സൈഡിൻ്റെ ഫോർമുല ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ റിയാക്ഷൻ നടത്തണം എന്നാണ് പറഞ്ഞത്. ഇവിടെ പെറോക്സൈഡ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ആര്? HBr ആണ്, പെറോക്സൈഡും ഉണ്ട്. അതുകൊണ്ട് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ എങ്ങനെയാണ്? ഇതേ 2 പ്രൊഡക്റ്റ് എഴുതണം. പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എഴുതാൻ നിങ്ങളെ ഞാൻ നേരത്തെ പഠിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട്? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് Br അല്ലേ? ക്ലോറിന് പകരം ബ്രോമിൻ വരും. അപ്പോൾ 1 ബ്രോമോ പ്രൊപ്പൈൻ കിട്ടും. അല്ലെങ്കിൽ CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് Br സിംഗിൾ ബോണ്ട് CH3 2 ബ്രോമോ പ്രൊപ്പൈൻ കിട്ടും. 1 ക്ലോറോ പ്രൊപ്പൈനോ 2 ബ്രോമോ പ്രൊപ്പൈനോ കിട്ടും. 1 ബ്രോമോ പ്രൊപ്പൈനോ 2 ബ്രോമോ പ്രൊപ്പൈനോ കിട്ടും. എന്തിലെ വ്യത്യാസമുള്ളൂ? ഈ മേജർ മൈനർ പ്രൊഡക്റ്റ് മാറ്റി എഴുതാം. മുകളിൽ മൈനർ ആയിരുന്ന ആദ്യത്തെ ആൾ ഇവിടെ അതെന്താകും? മേജർ ആവും. താഴത്തെ ആൾ മേജർ ആയിരുന്നു നേരത്തെ, അതിപ്പോൾ മൈനർ ആവും. ഇതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. മാർക്കോണിക്കോഫ് റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവുന്നത്. ആരാണ് മേജർ ആരാണ് മൈനർ എന്ന് തീരുമാനിക്കുന്നിടത്ത് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻസ് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പഠിച്ചല്ലോ, മാർക്കോണിക്കോഫ് പഠിച്ചു, ആൻറ്റി മാർക്കോണിക്കോഫും പഠിച്ചു. അപ്പോൾ ഓക്കെ മക്കളെ, നമ്മൾ എന്ത് കഴിഞ്ഞു? അഡീഷൻ ഓഫ് HX തീർന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നന്നായി പഠിച്ചേക്കണം. ഞാൻ മായ്ച്ച കൂട്ടത്തിൽ അത് മായ്ച്ചു പോയി. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? 4ാമത്തത് അഡീഷൻ ഓഫ് H2O. 4 അഡീഷൻ ഓഫ് H2O.
H2O നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടോളെ. അഡീഷൻ ഓഫ് H2O. അഡീഷൻ ഓഫ് H2O. അപ്പോൾ അതിലാദ്യം ഇങ്ങനെ എഴുതൂ. വളരെ സിമ്പിളാണ്, നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല, എന്നാലും വെറുതെ ഒരു നോട്ടിൻ്റെ വൃത്തിക്ക് എഴുതി വെച്ചോ. ഡ്യൂ ടു സിമെട്രിക്കൽ ആൽക്കീൻ, ഡ്യൂ ടു അല്ല, ഇൻടു സിമെട്രിക്കൽ ആൽക്കീൻ. സിമെട്രിക്കൽ ആൽക്കീൻ, സിമെട്രിക്കൽ ആൽക്കീൻ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പേടിക്കും. നേരത്തെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തല്ലേ, അപ്പോൾ ഇനി ഒരുപാട് ഉണ്ടാവുമെന്നൊന്നുമില്ല. നേരത്തെ പറഞ്ഞ അതേ റൂളുകളൊക്കെ തന്നെ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇൻടു സിമെട്രിക്കൽ ആൽക്കീൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O പ്ലസ് H2O ഗീവ്സ്. കണ്ടോട്ടോ, ആരാണെന്ന് അറിയോ? H2O എന്നതിൽ രണ്ടാളല്ലേടാ ഉള്ളത്. ഒരു എച്ചും ഉണ്ട്, പിന്നെ ഒരു OH ഉണ്ട് അല്ലേ. എച്ചും OH കൂടി ചേർന്നതാണല്ലോ H2O. അപ്പോൾ എച്ചിനെ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് വിട്, ഇതിലേക്ക് ആയിക്കോട്ടെ. OHനെ വേറെ ഇതിലേക്ക് അടുത്തേക്ക് വിട്, വേറെ ഇതിലേക്കെങ്കിലും പോകാനൊന്നുമില്ല, ആകെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് എച്ച് പോയാൽ അതിലേക്ക് OH പോകണം, അല്ലെങ്കിൽ തിരിച്ച് ഇതിലേക്ക് എച്ച് അതിലേക്ക് OH. അപ്പോൾ നോക്കിക്കേ, ഇതിലേക്ക് ഇപ്പോൾ എന്തായി? CH2 എന്നതിലേക്ക് OH വന്നു. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. മറ്റേത് CH2H എന്നത് എന്തായി? CH3 എന്നായി. ശരിയല്ലേ? CH2ലേക്ക് ഒരു H എക്സ്ട്രാ വന്നു, അപ്പോൾ CH3 എന്നായി. അപ്പോൾ നേരത്തെ HX ആഡ് ചെയ്തതുപോലെ തന്നെ പ്രശ്നം വ്യത്യാസം ഒന്നേ ഉള്ളൂ. നേരത്തെ X ആയിരുന്നു, ഇപ്പോൾ OH ആണ് അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല. വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു Hനെയും ഒരു OHനെയും ആഡ് ചെയ്യലാണ്. പെട്ടെന്ന് എഴുതി വെച്ചോ. B into unsymmetrical alkene. Unsymmetrical alkene into unsymmetrical alkene. പഠിച്ചു വെച്ചോട്ടാ. into unsymmetrical alkene ഒറ്റ വാക്ക് എഴുതി വെച്ചാൽ മതി. addition of 1 mole H2O. addition of 1 mole H2O. addition of 1 mole H2O takes place according to Markovnikov rule. according to Markovnikov rule. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം 1 മോൾ H2Oയുടെ അഡീഷൻ നടക്കും. CH3CH ഡബിൾ ബോണ്ട് CH2 നേരത്തെ തന്ന എക്സാമ്പിളാണ്. അതിലേക്ക് ഞാൻ H2O ആഡ് ചെയ്യുന്നു. H2O ആഡ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് പോസിബിൾ പ്രോഡക്ട്സ് കിട്ടും. ഒന്ന് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. ഇതേ നോക്കടാ, ഇതിലേക്ക് ഹൈഡ്രജനും ഇതിലേക്ക് OHും ആഡ് ചെയ്യാം. നേരത്തെ തന്നതുപോലെ തന്നെ എക്സിന് പകരം OH ആണെന്നുള്ളൊരു മാത്രം ഒരു വ്യത്യാസം മാത്രം. അപ്പോൾ ഇവിടെ H ആഡ് ചെയ്താൽ ഇത് CH2 എന്നാവും, ഇവിടെ OH ആഡ് ചെയ്താൽ ഇവിടെ CH2OH എന്നാകും. ശരിയല്ലേ? പ്ലസ് ഒരു പോസിബിൾ പ്രൊഡക്റ്റ് കൂടി ഉണ്ട് അല്ലേ? ഓർ എന്നോ പ്ലസ് എന്നോ ഇടാം. ആ പോസിബിൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ്? ഇവിടെ എച്ചും ഇവിടെ OHും ആഡ് ചെയ്തത് തിരിച്ച് ആഡ് ചെയ്യുക, ഇവിടെ എച്ചും ഇവിടെ OHും ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ പ്രൊഡക്റ്റ്? ഡബിൾ ബോണ്ട് പൊട്ടിച്ചാൽ CH3 സിംഗിൾ ബോണ്ട് CH, അവിടെയാണ് ഇനി OH ആഡ് ചെയ്യുന്നത്, സിംഗിൾ ബോണ്ട് CH2H എന്നുണ്ടാവും. അതെന്തായി? CH3 ആയി. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് 1-propanol. ഇതിൻ്റെ പേരെന്താണ്? 1-propanol. ഇതിൻ്റെ പേരെന്താണ്? 2-propanol. ഇതിൻ്റെ പേരെന്താണ്? 2-propanol. അതൊക്കെ UPSC നോമൻക്ലേച്ചറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് അതേതാ? എച്ചും ഉണ്ട് OHും ഉണ്ട്. എച്ചിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും എപ്പോഴും, OHന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ OH ആണ്. വിൽ ഗോ ഇൻ ടു എ കാർബൺ ആറ്റം ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതിൽ ഏത് കാർബണിലേക്ക് പോകണമെന്ന് മാർക്കോണിക്കോഫ് ആണ് പറയാം. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. എവിടെയാണോ കുറവ് ഹൈഡ്രജൻ അങ്ങോട്ടാണ് മാർക്കോണിക്കോഫ് റൂൾ നമ്മൾ ഡയറക്റ്റ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ OH വിൽ ഗോ ഇൻ ടു എ കാർബൺ ആറ്റം ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഈ CHലേക്ക് OH പോകലാണ് മാർക്കോണിക്കോഫിന് ഇഷ്ടം, അതിതാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? മേജർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ, ഇയാളും ഉണ്ടാകും, ചെറിയ അളവിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിനെ മൈനർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ കഴിഞ്ഞു. അഡീഷൻ ഓഫ് H2Oയിൽ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ, നേരത്തെ പഠിച്ച അതേ വിവരം മതി. അഞ്ചാമത്തത് എന്തായിരുന്നു മക്കളെ? അഞ്ചാമത്തത് നമ്മുടെ ബേയേഴ്സ് റിയേജൻ്റ് അല്ലേ? റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജൻ്റ് എഴുതിക്കോ. റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജൻ്റ് സിമ്പിളാണ്. റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജൻ്റ് ഇതൊക്കെ ഞാൻ വായിച്ചുണ്ടോ, മുകളിൽ നിന്ന് എഴുതി വരാം. റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജൻ്റ് എന്താണ്? ബേയേഴ്സ് റിയേജൻ്റിൻ്റെ സ്പെല്ലിംഗ് ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ടൊന്ന് നോക്കിയിട്ട് എഴുതി. ബേയേഴ്സ് റിയേജൻ്റ് സ്പെല്ലിംഗ് ഒന്ന് എഴുതി. എന്താണ് ബേയേഴ്സ് റിയേജൻ്റ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. അല്ല, കെമിസ്ട്രിയിൽ ഒരു കോമ്പൗണ്ടാണ്, ആ കോമ്പൗണ്ടിനെ നമ്മൾ ബേയേഴ്സ് റിയേജൻ്റ് നോമിനെ പേരിട്ട് വിളിക്കുകയാണ്. ബേയേഴ്സ് റിയേജൻറ്റിന് ഞാൻ BR എന്ന് എഴുതുന്നുണ്ട്. എന്താണ് ഈ ബേയേഴ്സ് റിയേജൻ്റ് എന്ന് താഴെ എഴുതി വെച്ചോ. നിങ്ങളും BR എന്ന് എഴുതിയാൽ മതി. എന്താ അറിയോ? എഴുതി വെച്ചോ. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ
ആൽക്കലൈൻ KMnO4 ആണ് ബെയേഴ്സ് റിയേജന്റ്. എന്താ മക്കളെ? കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ആണ് എന്ത്? ബെയേഴ്സ് റിയേജന്റ്. നിങ്ങൾ അടുത്തത് പഠിക്കാനുള്ള ഹെഡിങ് ഒന്ന് നോക്കിക്കേ. റിയാക്ഷൻ വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4 എന്നാ പറഞ്ഞിരുന്നത്, ശരിയല്ലേ? ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4 എന്നാ പറഞ്ഞിരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഹോട്ടിൻ്റെ ഓപ്പോസിറ്റ് കോൾഡ്, കോൺസെൻട്രേറ്റഡിൻ്റെ ഓപ്പോസിറ്റ് ഡൈല്യൂട്ട്, അസിഡിക്കിൻ്റെ ഓപ്പോസിറ്റ് ആൽക്കലൈൻ. KMnO4 പിന്നെ ഓപ്പോസിറ്റ് ഇല്ല, അതന്നെ. അപ്പം എന്തായി? കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 എന്നായി. പഠിച്ചോ? അപ്പം താഴെ പഠിക്കുന്ന സാധനത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് മേലെ പഠിക്കുന്നത്. അതിൻ്റെ പേരാണ് ബെയേഴ്സ് റിയേജന്റ്. ഒറ്റ വാക്ക് പഠിച്ചാൽ മതി. വിസ് ഡൈഓൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. എഴുതി വെച്ചോ. വിസ് ഡൈഓൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. വിസ് ഡൈഓൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. വിസ് ഡൈഓൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2. ആരോ മാർക്കിന് മുകളിൽ ബെയേഴ്സ് റിയേജന്റ് എന്ന് അങ്ങനെ കാണാം. അതല്ലെങ്കിൽ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 കാണാം. അതുമല്ലെങ്കിൽ ആൽക്കലൈൻ KMnO4 എന്ന് വെറുതെ കാണാം. എന്ത് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം ബെയേഴ്സ് റിയേജന്റ് ആണ്. ഓക്കെ, എന്താ സംഭവിക്കുക? ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. അപ്പം എന്തായി? CH2 സിംഗിൾ ബോണ്ട് CH2. എന്നിട്ട് രണ്ട് കാർബണിലും ഓരോ OH വീതം വരുന്നു. OH. എടാ, OH വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ ഓൾ, അല്ലേ? ആൽക്കഹോൾ, ബ്യൂട്ടനോൾ, പ്രൊപ്പനോൾ, എത്തനോൾ, അല്ലേ? ഓൾ എന്നത് ആൽക്കഹോളിൻ്റെ ഒരു സഫിക്സ് ആണ്. ഇവിടെ രണ്ട് OH ഇല്ലേ, അതുകൊണ്ടാണ് അതിനെ ഡൈ ഓൾ എന്ന് വിളിക്കുന്നത്. രണ്ട് OH അടുത്തടുത്ത കാർബണിലല്ലേ, അതുകൊണ്ടാണ് ഇതിനെ വിസ് ഡൈ ഓൾ എന്ന് വിളിക്കുന്നത്. ഞാൻ അതല്ലേ എഴുതി തന്നെ. വിസ് ഡൈ ഓൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, വിസ് ഡൈ ഓൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. കഴിഞ്ഞു. 5. റിയാക്ഷൻ വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4. ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4 സിമ്പിളാണ്. ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4 റിയാക്ഷൻ എന്താണ്? ശ്രദ്ധിച്ചു വെച്ചോ. ഒറ്റ സെന്റൻസ് എഴുതിയാൽ മതി. എഴുതിക്കോ. ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. ഒരു സെന്റൻസ് ആദ്യം എഴുതി വെച്ചോ. ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. കോമ ഇട്ടിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഡബിൾ ബോണ്ടഡ് കാർബൺ, ഡബിൾ ബോണ്ടഡ് കാർബൺ ഹാവിങ്, വേണ്ട, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ ഗീവ് ആൽഡിഹൈഡ്. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട, എഴുതിയാൽ മതി. അത് എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്താ പറഞ്ഞേ? ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ, വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്, വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്, will produce aldehyde. And double bonded carbon without hydrogen, double bonded carbon without hydrogen, double bonded carbon without hydrogen will produce ketone, will produce ketone. Double bonded carbon without hydrogen will produce ketone. റെഡി മക്കളെ? കഴിഞ്ഞു. എന്താണ് ആ സെൻറ്റൻസ് എന്നൊക്കെ മറന്നേക്കൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചുകൊണ്ടോളെ. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3. കോമ്പൗണ്ട് ഒന്ന് നോക്കിക്കേ, കോമ്പൗണ്ട് ഒന്ന് നോക്കിക്കേ. ആരാണ്? CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് C, താഴോട്ട് CH3, നേരെ CH3. ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4 എന്ന് ഫുള്ളായിട്ട് കാണാം, അല്ലെങ്കിൽ അസിഡിക് KMnO4 എന്ന് മാത്രം കാണാം, അല്ലെങ്കിൽ KMnO4 എന്ന് മാത്രം കാണാം. KMnO4 എന്ന് മാത്രം കണ്ടാൽ ബെയേഴ്സ് റിയേജന്റ് ആണോ ഇയാളാണോ എന്ന് കൺഫ്യൂഷൻ അടിക്കരുത്. ബെയേഴ്സ് റിയേജന്റ് അല്ല, ഇയാളാണ്, അഞ്ചാമത്തെ ആളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ KMnO4, KMnO4 സ്റ്റേറ്റ്മെന്റ് പറ. എന്താണ് ഞാൻ നേരത്തെ എഴുതി തന്നതെന്ന് പറ. ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. നേരത്തെ പറഞ്ഞതൊന്നും പോലെയല്ല ഇവിടെ. നേരത്തെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറുന്നാ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ഡബിൾ ബോണ്ട് പൊട്ടും എന്നാ പറഞ്ഞത്. ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടും. ദേ പൊട്ടി, ആ ഒച്ചട്ടിൽ ഞങ്ങൾ പൊട്ടി. ഇനി ബാക്കി ആരുണ്ട്? CH3 CH ഉണ്ട് ഇവിടെ, അല്ലേ? CH3 CH ഉണ്ട്. ഈ ഡബിൾ ബോണ്ടിന് ഇവിടെ ഇല്ല. ആ ഡബിൾ ബോണ്ടിനെ മറച്ചു പിടിച്ചേക്ക്, അതിനെ നോക്കാൻ പാടില്ല. പ്ലസ്, ആ ഡബിൾ ബോണ്ട് പൊട്ടിയാൽ പിന്നെ അയാളും ഇയാളും വേറെ കോമ്പൗണ്ട് ആയില്ലേ, അതുകൊണ്ടാണ് പ്ലസ്. ഈ കോമ്പൗണ്ട് ഇങ്ങനെ വളഞ്ഞു കടന്നത്, ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ താഴോട്ട് എഴുതിയത്. ഇപ്പോൾ ഡബിൾ ബോണ്ട് ഇല്ലല്ലോ, അപ്പോൾ ഈ വളഞ്ഞു കിടക്കുന്ന കോമ്പൗണ്ടിനെ ഞാൻ നേരെ എഴുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? CH3 സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3, ശരിയല്ലേ? ഈ വളഞ്ഞു കിടന്നിരുന്ന സാധനം CH3 C CH3, അതിനെ ഞാൻ നേരെ എഴുതിയിട്ടുണ്ട്.
ഇനി പറ, ഇവിടെ നിന്നല്ലേ ബോണ്ട് പൊട്ടിയേ? ഇവിടെ നിന്നല്ലേ ബോണ്ട് പൊട്ടിയേ? ഇവിടെ നിന്നല്ലേ ബോണ്ട് പൊട്ടിയേ? അല്ലേ? ഈ കാർബൺ, ഈ CHഉം ഈ Cയും തമ്മിലുള്ള ബോണ്ടാ പൊട്ടിയേ. എവിടെയാണോ ബോണ്ട് പൊട്ടിയത് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ അങ്ങോട്ട് തിരികോ, ഇഷ്ടത്തിന് കൊടുത്തോ. ഡബിൾ ബോണ്ട് ഓക്സിജൻ എവിടെയാണോ ബോണ്ട് പൊട്ടിയത് അവിടെ 2 കാർബണിലും ഡബിൾ ബോണ്ട് ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ കിട്ടിയ സാധനം നോക്കടാ, ഈ കിട്ടിയ സാധനം ആൽഡിഹൈഡാണ്, ഈ കിട്ടിയ സാധനം കീറ്റോണാണ്. അപ്പൊ ആരാണ് ആൽഡിഹൈഡ് തന്നത്? ഫസ്റ്റ് ഫ്രാഗ്മെന്റ്. ആരാണ് കീറ്റോൺ തന്നത്? സെക്കൻഡ് ഫ്രാഗ്മെന്റ്. അല്ലേ? അതെങ്ങനെ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം? നോക്കിയിരുന്നോ? ഇതല്ലേ ഡബിൾ ബോണ്ടഡ് കാർബണുകൾ? ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ ആണ്. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്. അല്ലേ? ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ ഉള്ള ആള് ആൽഡിഹൈഡ് കിട്ടി, ഹൈഡ്രജൻ ഇല്ലാത്ത ആള് കീറ്റോൺ കിട്ടി. അതാണ് നമ്മൾ നേരത്തെ സെന്റൻസ് എഴുതിയത്. ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്, കോമ ഇട്ടിട്ട് നമ്മൾ എഴുതി ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്. ഇതേ കണ്ടു, ഇത് ഹൈഡ്രജൻ ഉള്ള ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്, അത് കിട്ടിയത് ആൽഡിഹൈഡ് ആണ്. അല്ലേ? CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ എന്താണ്? ആൽഡിഹൈഡ് ആണ്. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് ഐസോമറിസം പറഞ്ഞ സമയത്ത്. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്, അതിൽ നിന്ന് എന്താ കിട്ടിയത്? കീറ്റോൺ ആണ്. ഇവിടെ ഹൈഡ്രജൻ ഒന്നും ഇല്ല, 2 ഭാഗത്തും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ആൽഡിഹൈഡും കിട്ടും, പറ കീറ്റോണും കിട്ടും. ഇനി 2 കാർബണിലും ഹൈഡ്രജൻ ഉണ്ടെങ്കിലോ 2 ആൽഡിഹൈഡ് കിട്ടും. 2 കാർബണിലും ഹൈഡ്രജൻ ഇല്ലെങ്കിലോ 2 കീറ്റോൺ കിട്ടും. ഒറ്റ റിയാക്ഷൻ പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാം. സംഭവം സിമ്പിളാണ്. ഡബിൾ ബോണ്ട് അങ്ങോട്ട് മറച്ചു പിടിക്കുക, എന്നിട്ട് ഡബിൾ ബോണ്ട് പോയ 2 കാർബണുകളിലേക്ക് ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ കയറ്റി വിടുക. അതെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ. പഠിച്ചോ? സിമ്പിൾ. ഇതേ 5ാമത്തത് കഴിഞ്ഞു. 5ാമത്തതാണോ കഴിഞ്ഞേ? 6ാമത്തതല്ലേ കഴിഞ്ഞേ? 6ാമത്തതാണ് കഴിഞ്ഞത് അല്ലേ? 6ാമത്തതാണ്. 1 അഡീഷൻ ഓഫ് H2, 2 അഡീഷൻ ഓഫ് X2, 3 അഡീഷൻ ഓഫ് HX, 4 അഡീഷൻ ഓഫ് വാട്ടർ, 5 ബേയേഴ്സ് റിയേജന്റ്, 6 ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4. ഇതാണ് 5 അല്ലേ? ഇത് 5, ഇത് 6. ഇനി 7 ഓസോണോളിസിസ്. സിമ്പിളാണ്. റിയേജന്റ് ഈക്വൽ ടു O3. റിയേജന്റ് O3 ആണ്. ഓസോണുമായി ബന്ധപ്പെട്ട റിയാക്ഷനാണ്. ഓസോൺ എന്നതിൻ്റെ ഫോർമുല O3 ആണല്ലോ. അവിടെ തന്നെ ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് എന്നുകൂടി കൊടുത്തോ. ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ഹൈഫൺ ഇട്ടിട്ട് Zn bar H2O. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ എന്ത് വേണം? ഒരു റിയേജന്റും വേണം, പറ, ഒരു ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റും വേണം. ഓക്കെ. എന്നിട്ട് താഴെ ഒറ്റ വരിയാണ്. ഒറ്റ വരി എന്താ അറിയോ? ദ റിയാക്ഷൻ ഈസ് സെയിം ആസ് എബവ്. റിയാക്ഷൻ ഈസ് സെയിം ആസ് എബവ്. മുകളിൽ ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4ന്റെ റിയാക്ഷൻ ഒക്കെ പഠിച്ചില്ലേ? ഡബിൾ ബോണ്ട് പൊട്ടുമെന്നും, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ ആൽഡിഹൈഡ് തരുമെന്നും, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ കീറ്റോൺ തരുമെന്നും ഒക്കെ പഠിച്ചില്ലേ? അതന്നെയാണ് ഓസോണോളിസിസിലും. അപ്പം എന്താ വ്യത്യാസം? ഈ KMnO4 കാണൂലെന്ന്, KMnO4 ഉണ്ടാവില്ല, പകരം എന്തായിരിക്കും? ഇനി ഞാൻ തരുന്ന ആളുകളായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? റിയാക്ഷൻ ഈസ് സെയിം ആസ് എബവ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതേ റിയാക്ഷൻ എഴുതുക. ഇതേ റിയാക്ഷൻ എന്താണ്? റിയേജന്റ് O3 ആണ് 1ാമത്തെ റിയേജന്റ്. കൂടെ ഒരു ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് എന്ന പേരിൽ സിങ്ക് ബാർ H2O കൂടി ഉണ്ടാകും. റിയാക്ഷൻ സെയിം ആണ്. ഡബിൾ ബോണ്ട് പൊട്ടണം, ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കൊടുക്കണം. അപ്പോൾ ഹൈഡ്രജൻ ഉള്ള ആളാണെങ്കിൽ ആൽഡിഹൈഡ് കിട്ടും, ഹൈഡ്രജൻ ഇല്ലാത്ത ആളാണെങ്കിൽ കീറ്റോൺ കിട്ടും. ഓക്കെ, നന്നായി പഠിക്കണം കേട്ടോ മക്കളെ, പൊന്നു മക്കളെ, ഇതൊക്കെ പഠിക്കണം. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 12:30 മണിയാണ് ഇപ്പോൾ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് തമാശ പറയുന്നതല്ല, രാത്രി 12:30 മണിയാണിപ്പോൾ. ഇത്രയും കഷ്ടപ്പെട്ട് മറ്റു ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങളുടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കണ സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടാക്കലാണെന്നൊന്നും വിചാരിക്കരുത്. പഠിപ്പിക്കണ ഞാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ 10-1 എടുത്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് പഠിക്കാം. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഒരുപാട് ദിവസങ്ങൾ പല ദിവസങ്ങളിലായിട്ട് എടുക്കുന്നതാണ്. ഇന്ന് ഈ ചാപ്റ്റർ എടുത്ത് തീർന്നിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇന്ന് ബാക്കി പരിപാടി ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ എത്ര മണിയാവും ഏകദേശം ഈ പരിപാടി കഴിഞ്ഞ് ഫ്രീ ആവാൻ. 1 മണിക്കൂർ റെക്കോർഡ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ പണിയുണ്ട്. മനസ്സിലായോ?
അത് കംപ്രസ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് ഒന്നുമില്ല, അതൊന്ന് പല പീസായി കിടക്കുന്ന വീഡിയോസ് ഒന്ന് മിക്സ് ചെയ്യണം, അത് കംപ്രസ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അങ്ങനത്തെ പണികൾക്ക് വേണ്ടി സമയം കുറേ ചിലവാണ്. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് പറയുന്നത്, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നിങ്ങളിത് പഠിച്ചിട്ടില്ല എന്നൊരു റിസൾട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത് എങ്കിൽ അതെനിക്ക് വിഷമാവുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തേക്കൂ. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ തീർന്നു. റോമൻ നമ്പർ 3 എഴുതൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്.